നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 30 വർഷം പൂർത്തിയാക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. രാഷ്ട്രീയ ഭേദമന്യേ വെള്ളാപ്പള്ളി നടേശനെ പ്രശംസിക്കുന്നു നേതാക്കൾ. നിർഭയം നിലപാട് പറയുന്ന നേതാവാണ് വെള്ളാപ്പള്ളിയെന്ന് VN വാസവൻ. ബോധത്തിലൂന്നിയ പ്രവർത്തനമെന്നും പ്രശംസ. ആരുടെയും മുഖത്തു നോക്കി കാര്യങ്ങൾ പറയുന്ന നേതാവാണെന്ന് ഹൈബി ഈഡൻ. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഏറ്റവുമധികം വേട്ടയാടപ്പെട്ട നേതാവെന്ന് K ബാബു. പക്ഷേ വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നവരും ശക്തമായ ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെള്ളാപ്പള്ളിയുടേത് പച്ചയായ വർഗീയതയാണെന്ന് ആരോപിക്കുന്നു ചന്ദ്രിക. അദ്ദേഹത്തെ കേരള തൊഗാഡിയ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്നത്തെ എഡിറ്റോറിയലിൻ്റെ തലക്കെട്ടിൽ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എടുക്കാച്ചരക്കിൻ്റെ ഗിരിപ്രഭാഷണം എന്നാണ്. വെള്ളാപ്പള്ളിയുടെ കോട്ടയം പ്രഭാഷണത്തെ അങ്ങനെ ഒരു വിഭാഗം ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു. വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയോ? എന്താണ് സമുദായ നേതാവ് എന്ന നിലയിൽ വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നത്? വെള്ളാപ്പള്ളി പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ന്യൂസ് 18 പൊതുവേദി ഇന്ന് ഈ വിഷയമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ തലശ്ശേരിയിൽ നിന്ന് ശ്രീ ദിവാകരനാണ്. ശ്രീ ദിവാകരൻ, ഈ പ്രതികരണം ഒരു വലിയ സമുദായ നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ്. 30 വർഷം ജനറൽ സെക്രട്ടറിയായ ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കഴമ്പുമില്ല. അദ്ദേഹം വെറുതെ വിഡ്ഢിത്തരിങ്ങനെ വിളിച്ചു പറഞ്ഞ അതിൽ പെട്ട കൂട്ടർക്കെതിരെ അവര് തന്നെ പറയുന്നുണ്ടാവും. ഇദ്ദേഹം തോളി 88 വയസ്സെത്തി ഒരു അത്തും വിത്തുമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അനക്കും ഇപ്പൊ ഒരു 10, 23, 24 വയസ്സായി. ഒരു 88 വയസ്സ് കഴിഞ്ഞാൽ ഒരു മതേതര രാജ്യമല്ലേ, എല്ലാവരും സൗഹൃദത്തിൽ ജീവിക്കേണ്ടത്. ഞാൻ മുമ്പേ പറയുന്ന പോലെ അന്യോന്യം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അന്യോന്യം കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ട്. ഇന്ത്യ മതേതര. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ശരിയുണ്ട. ഒന്നിക്കൽ അദ്ദേഹത്തിന് വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. കൃഷ്ണ എന്നോടൊപ്പം ചേരുന്നു കാവാലത്ത് നിന്ന്. ശ്രീമതി കൃഷ്ണ, വെള്ളാപ്പള്ളിയുടെ പ്രതികരണങ്ങൾ കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഈ മുസ്ലിം സമുദായങ്ങൾ സുംബ കൊണ്ടുവന്നപ്പോഴും സ്കൂളിലെ സമയമാറ്റം കൊണ്ടുവന്നപ്പോഴെല്ലാം സർക്കാരിനോട് എതിർപ്പ് കാണിച്ചു. അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്നത്, സ്ത്രീകൾ ഇടകലർന്ന് നിന്ന് വ്യായാമം ചെയ്യുന്നതിനും അതിനും കുറ്റങ്ങൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ അവർ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഇതൊക്കെ എന്താണ് സാർ അവരിങ്ങനെ? നമുക്ക് അതിശയം തോന്നിപ്പോകുന്നു അവരിങ്ങനെ കാണിക്കുന്ന കാണുമ്പോഴേക്കും. ഞാൻ അത് അല്ലേ, അവർ ഹോസ്പിറ്റലിൽ പോകുന്നില്ല, വീട്ടിൽ പ്രസവം നടത്തുന്നു, ചികിത്സ നടത്തുന്നില്ല. അവരൊരു പ്രത്യേക തരത്തിലുള്ള ഒരു തീരുമാനങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നൊക്കെ തോന്നുന്ന കണക്ക് എനിക്ക് തോന്നുന്നു സാർ. അല്ല, അതിലൊക്കെ ഒരു ചെറിയ വിഭാഗമല്ലേ അങ്ങനെയൊക്കെ ആശുപത്രിയിൽ പോകാതിരിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ. വലിയ വിഭാഗം നേരെ മറിച്ചല്ലേ ചിന്തിക്കുന്നത്. ഒരു ചെറിയ വിഭാഗം ആളുകൾ ഒരുപക്ഷെ ആശുപത്രിയിൽ പോകുന്നുണ്ടാവില്ല. അതാണോ വലിയ വിഭാഗം? അങ്ങനെയാണോ? പൊതുവേ ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പൊതുവേ ഉള്ള ഒരു പൊതുവെ അങ്ങനെയാണോ? ഒരു ചെറിയ വിഭാഗമല്ലേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. പൊതുവെ അങ്ങനെയാണോ സാഹചര്യം? കുറച്ച് ഒരു അതാണ് വെള്ളാപ്പള്ളി അദ്ദേഹം അതായിരിക്കും ഉദ്ദേശിച്ചത്. അതൊരു പ്രത്യേക ഇതാണ് എന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ശ്രീമതി കൃഷ്ണയുടെ ആശങ്ക എന്താണ്? അവര് മുസ്ലിം വിഭാഗം അങ്ങനെ പൊതുധാരയിൽ നിന്ന് മാറി നിൽക്കുന്നു, അവർ മതപരമായി ചിന്തിക്കുന്നു എന്ന ആശങ്കയാണോ? വ്യായാമം ചെയ്യുമ്പോഴേക്ക് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് നിന്ന് വ്യായാമം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര വിഷയമാണ്. ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലേ? അവര് പണ്ടത്തെ രീതികളൊക്കെ സ്ത്രീകളെ പിടിച്ച് അകത്തിട്ട് ആ ഒരു ലെവലിലായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലതവണയും. ആണോ? ശരി. അപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നതിൽ ചില കഴമ്പുണ്ട് എന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? ശരി, ഓക്കെ. ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിച്ച അഭിപ്രായം പങ്കുവച്ചതിന്. ഒരു വീട്ടമ്മയുടെ പ്രതികരണമാണ്. ഓക്കെ. മുഹമ്മദ് മഞ്ചേരി, ശ്രീ മുഹമ്മദ് മഞ്ചേരി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ പറയുന്നത് അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തന്നെ വേട്ടയാടുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. കാന്തപുരം എന്തു കുന്തമെടുത്ത് എറിഞ്ഞാലും പറയാനുള്ളത് താൻ പറയും എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ ശ്രീ മുഹമ്മദ് മഞ്ചേരി എങ്ങനെയാണത് മനസ്സിലാക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അദ്ദേഹം എല്ലാം കണ്ടത് പറയുന്ന ഒരാളാണ് എന്നുള്ളതാ. എങ്കിലും കൂടിയിട്ട് മനസ്സിലൊന്നും
കൂടുതലായിട്ട് ഒരു കാര്യം പിന്നെ പ്രത്യേകിച്ച് ഒരു അങ്ങനെ മനോഭാവമൊന്നും ഇല്ലാത്ത ഒരാളാണ്. കാന്തപുരം ഇങ്ങനെയാണെന്ന് പറഞ്ഞത് അത് ഇങ്ങനെ പെട്ടെന്ന് എടുത്തുകാരി പറഞ്ഞതാണ്. പക്ഷെ തെറ്റാണ് ഈ പോയി എന്നുള്ളതാ എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ശ്രീ അനിയൻകുട്ടൻ, സാറേ നമസ്കാരം. വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്നയാളാണ് വെള്ളാപ്പള്ളി എന്ന് മന്ത്രി വാസവൻ പറയുമ്പോൾ, പക്ഷേ ചന്ദ്രിക പറയുന്നത് നേരെ തിരിച്ചാണ്. അനിയൻകുട്ടൻ ആർക്കൊപ്പമാണ്? സാറേ, ഇതേപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അഞ്ച് വർഷമായി ഇദ്ദേഹം കുറച്ച് നാളായിട്ട് ഇറങ്ങി പിന്നെ എവിടെയും പോയി പൊതുവേദികളിൽ നിന്ന് വർഗീയത പറയാം. മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും മറ്റുള്ള ആൾക്കാരെ എല്ലാം കൂടെ കുത്തിപ്പറയുകയും വർഗീയത പറയും. ഇതിപ്പം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ഇവിടെ സമ്പന്നരാകുന്നത് ഇപ്പം അത് അവരുടെ കഴിവാണ്. അത് സർക്കാരിൽ മേടിക്കാൻ അവർ കറക്റ്റ് മേടിക്കും. അല്ല ഇപ്പം പിന്നെ ഇവിടെ ഇപ്പം മുഖ്യമന്ത്രി കഴിക്കുന്ന പിണറായി വിജയന് അവർക്ക് കൊടുക്കത്തില്ലേ? അവരുടെ കഴിവാത്. ഇതിന്റെ രാവിലെ ജനസംഖ്യയെ പറ്റിയൊക്കെ പറയുന്നത് അതും അവരുടെ കഴിവാണ്. ഇതിങ്ങനെ പറയേണ്ടത് മോശമാണ്. ഇങ്ങനെ തന്നെ അത് പറയാം. അത് അവരുടെ കഴിവാണ്. അതിനിങ്ങനെ വന്ന് വർഗീയത കുത്തി അവരെ ഇങ്ങനെ ദ്രോഹിക്കുമെന്ന് അത് നമുക്ക് ചോദിക്കാനായിട്ട് അത് പറ്റില്ല. കാരണം എന്താ പറയുക, ആ കഴിവനുസരിച്ച് അവർ വരും, സാമ്പത്തികം അവരുണ്ടാക്കാൻ ശ്രമിക്കും, അവർ വളർച്ച ഉണ്ടാകും. അതുകൊണ്ട് കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിനകത്ത് വേറെ കളികളില്ല. മഹി എന്നൊരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം കിള്ളിപ്പാലത്ത് നിന്ന് ചേരുകയാണ്. മഹി, നമസ്കാരം സാറേ. നമസ്കാരം. സാറ് രാവിലെ ഈഴവരാണ്. എന്നാൽ ഈ വെള്ളപ്പള്ളി നമ്മളൊന്ന് അവനെ ഒന്ന് നാരായണ ഗുരുവിന്റെ ഫോട്ടോ ഏറ്റുവിട്ടിട്ടുണ്ട്. ഈ വെള്ളപ്പള്ളി ഈ സുബാദായര് ഇവരൊന്നും നമുക്ക് ഈ ജാതി ഒന്നുമില്ല. ഈഴവരായി ജനിച്ചു, അത്രേ ഉള്ളു. ഈ വെള്ളപ്പള്ളിയിൽ ആര് അംഗീകരിക്കണം ഇവരെല്ലാം? വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അപ്പൊ ഷിജു എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ഷിജു, നമസ്കാരം എന്ന് പറയുന്നു. ഓക്കെ, വെള്ളാപ്പള്ളിക്ക് വിമർശനം ആവശ്യമാണ് എന്ന് പറയുന്നു. ഓക്കെ, ജസ്റ്റ് ടു സ്പോയിൽ ദ നെയിം ഓഫ് അവർ സോഷ്യൽ റിഫോമർ. വെള്ളാപ്പള്ളിക്ക് വിമർശനം ആവശ്യമാണ്, ബദ കൂടിയിരിക്കുന്നു. ഓക്കെ, ജസ്റ്റ് സ്പോയിൽ ദ നെയിം ഓഫ് അവർ സോഷ്യൽ റിഫോമർ എന്ന് പറയുന്നു. ഓക്കെ, ഒരു മതത്തിനും ദോഷം വരാത്ത രീതിയിലുള്ള കാഴ്ചപ്പാടാണ് വേണ്ടത്, എല്ലാവർക്കും അർഹമായ പരിഗണന ലഭിക്കുകയാണ് വേണ്ടത് എന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു. ഹെലൻ ഹരിദാസ് എൻ്റെ സുഖവിവരങ്ങൾ പതിവ് പോലെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഹെലൻ ഹരിദാസിന് എൻ്റെ എല്ലാവിധ ആശംസകളും. കാരണം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന വലിയ സന്തോഷമുള്ളൊരു കുട്ടൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ വിളക്കത്തല, വെള്ളാപ്പള്ളിയുടെ വർഗീയ വാദങ്ങൾ ആദ്യം നിർത്തണം, ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ വർഗീയവാദങ്ങൾ ഉന്നയിക്കാതിരിക്കണം എന്ന് പറയുന്നു. എനിക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീ കുട്ടൻ. എനിക്ക് സുഖമായിരിക്കുന്നു. കുട്ടൻ്റെ ആ ഒരു സ്നേഹാഭിവാദ്യങ്ങൾക്ക് നന്ദി. എന്നോടൊപ്പം മറ്റൊരു സ്ഥിരം പ്രേക്ഷകയും ചേർന്നിട്ടുണ്ട് യൂട്യൂബിൽ, അരുന്ധതി, നമസ്കാരമെന്ന് പറയുന്നു. നടേശൻ സാർ പറഞ്ഞതിൽ തെറ്റില്ല എന്നാണ് അവരുടെ ഒരു നിലപാട്. ഓക്കെ, അപ്പോൾ ചില ആളുകൾ വെള്ളാപ്പള്ളി നടേശനെ ശക്തമായി പിന്തുണയ്ക്കുന്നവരും ഉണ്ട് കേട്ടോ. ബിനോയ് കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബിനോയ്, കേൾക്കാമോ? ഈ ബിനോയ്, ഈ പ്രൊഡക്ഷൻ കൂടിയാണ് മലപ്പുറത്ത് സീറ്റ് കൂടിയത് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അപ്പോൾ ഇത് ജനസംഖ്യ കുറഞ്ഞതുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല. ഇത് തുടർന്നാൽ ഈഴവ സമുദായത്തിന് വലിയ പ്രശ്നമുണ്ടാകും. സാമൂഹ്യനീതിയാണ് തൻ്റെ പ്രശ്നം എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതിൽ കഴമ്പുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ മുഴുവനായി പറ്റുമോ? നമസ്കാരം മനു. വെള്ളാപ്പള്ളി പറയുന്നത് നമ്മൾ കാര്യമായി എടുക്കണ്ട. ഇപ്പോൾ നിങ്ങൾ ആരോ അവിടെ പറഞ്ഞതുപോലെ പ്രവീൺ തൊഗാഡിയെ പോലെയാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നത്. സത്യത്തിൽ എത്രയോ നല്ല മനുഷ്യനായി കണക്കിന് നോക്കുമ്പോൾ പ്രവീൺ തൊഗാഡിയ അതിനേക്കായി മോശമായ രീതിയിലാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നത്. വെള്ളാപ്പള്ളി ഈഴവ സമുദായത്തിന്റെ പേര് പറഞ്ഞ് ആ സമുദായത്തിനെ വിൽക്കുകയല്ലാതെ, കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഒരു കോളേജിലോ ഒരു സ്കൂളിലോ ഒരു ഈഴവനെ ഫ്രീ ആയിട്ട് വല്ലതും പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ജോലിക്ക് കയറ്റുകയോ ചെയ്യാത്ത വെള്ളാപ്പള്ളി വെറുതെ ഇവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇന്ന് തന്നെ ബഹുമാന്യനായ ഇദ്ദേഹം പറഞ്ഞായിരുന്നല്ലോ, ഗോകുലം ഗോപാലേട്ടൻ ഇന്ന് പറഞ്ഞായിരുന്നു, വെള്ളാപ്പള്ളി പറയുന്നതൊന്നും കാര്യമാക്കി എടുക്കണ്ട. ഇവിടെ ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന വാദം, അതാണ് വളരെ അടിവരയിട്ട് പറയുന്നത്. 40 വർഷം കഴിഞ്ഞാൽ, മുമ്പൊരു വിവാദമായ ഒരു കാര്യമായിരുന്നല്ലോ, 40 വർഷം കൊണ്ട് കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകും എന്ന ചിലർ ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് എന്നൊരിക്കൽ VS പറഞ്ഞതിനെ
കോട്ട് ചെയ്ത് പിന്നെ ഒരു വാദവിവാദ തർക്കങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതാണ് വെള്ളാപ്പള്ളി എടുത്തു പറയുന്നത്. അതിന് 40 വർഷമൊന്നും വേണ്ട, വൈകാതെ തന്നെ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമായി മാറും. എന്ത് കാര്യമുണ്ടെങ്കിലും മലപ്പുറത്ത് നിന്ന് അഭിപ്രായം വാങ്ങിക്കണം, മലപ്പുറത്തിൻ്റെ അനുമതിയില്ലാതെ ഒരു സർക്കാരിനും ഭരിക്കാൻ കഴിയില്ല. അങ്ങനെ വലിയ വിമർശനം ഉന്നയിക്കുമ്പോൾ അത് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയെ കൂടി ഒരു ഘട്ടത്തിൽ വെള്ളാപ്പള്ളി ചോദ്യം ചെയ്യുകയാണ്. അല്ല, വെള്ളാപ്പള്ളി പറയുന്നത് നമ്മൾ കാര്യമാക്കണ്ട. വെള്ളാപ്പള്ളി വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ട്. അദ്ദേഹം ഈ ഈഴവ സമുദായത്തിന് പോലും അദ്ദേഹം ഒരു രക്ഷകനല്ല. ഈഴവ സമുദായത്തെ വിറ്റ് കച്ചവടം ചെയ്യുന്ന ആളാണ് വെള്ളാപ്പള്ളി. ഇന്നലെ കഴിഞ്ഞ ദിവസം എന്തുവാണ് AP അബൂബക്കർ മുസ്ലിയാരെയും അവരെയൊക്കെ കുറ്റം പറയുന്ന ഇവരെല്ലാം ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. പക്ഷെ ഞാൻ പറയുന്നു വെള്ളാപ്പള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ദാസൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, ഈഴവ സമുദായത്തിൻ്റെ പ്രതിനിധി അല്ല വെള്ളാപ്പള്ളി എന്ന് നമുക്ക് പറയാം. പക്ഷേ കഴിഞ്ഞ 30 വർഷം SNDPയുടെ ജനറൽ സെക്രട്ടറിയായി എത്തിയ വെള്ളാപ്പള്ളി, അല്ലെങ്കിൽ തുടരുന്ന വെള്ളാപ്പള്ളിക്ക് ആദരവ് ഇങ്ങനെ ഒരു വശത്ത് വരികയാണ്. അദ്ദേഹത്തെ അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ കേരളത്തിനാകുമോ? അല്ല മനു, ഇത് ശരിയില്ല. ഈ ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ ഈ 2 സമുദായങ്ങൾ ഇപ്പോ ഇതേ രീതിയിൽ തന്നെ ഈ ജിഫ്രി മുത്തുക്ക തങ്ങളുടെ അനുയായികളും കാന്തപുരത്തെ അനുയായികളും ഇതേ രീതി മറുപടി പറഞ്ഞാൽ നാട്ടിന്റെ അവസ്ഥ ഉണ്ടാവും. ഈ ഒരു ഇത്രയും സമ്പന്നനായ ഒരു 10-90 വയസ്സുള്ള ഒരു മനുഷ്യൻ നമുക്ക് ഈ 2 സമുദായങ്ങൾ നമ്മളെ ശേഷിക്കുറവിന് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നമ്മളെ ശേഷിക്കുറവാണ് നമ്മളെ മക്കളില്ലാതെ. പിന്നെ അവർ മക്കളുണ്ടാക്കുന്നത് നമ്മൾ അസൂയപ്പെടുന്ന കാര്യം അല്ലെ. നിങ്ങൾ പാർലമെന്റ് ബില്ല് കൊണ്ടാണ് ഇപ്പോൾ ജനസംഖ്യ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇങ്ങനെ ഒരു നാട്ടില് സാമുദായികമായിട്ട് ഒരു കലാപം ഉണ്ടാകുന്ന രീതിയിൽ വെള്ളാപ്പള്ളി പല അവസരങ്ങളിലും അയാൾ ഒന്നാമത് ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തിന് നേതാവാൻ നോക്കണം. ശ്രീനാരായണ ഗുരുവിന് നേരെ ഓപ്പോസിറ്റ് ആ പുള്ളി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഇനിയെങ്കിലും ഈ വയസ്സിലായ ഈ മനുഷ്യൻ നല്ല രാമരാമൻ ജപിച്ച് കണ്ണിയും കുഴമ്പം തേച്ച് കുടിച്ചിട്ട് സുഖമായിട്ട് കുറച്ച് കഞ്ഞിയും കുടിച്ച് കടന്നുറങ്ങാൻ നോക്കാൻ ഞാൻ പറയാനുണ്ട്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഷിജു എന്നോട് പറയുന്നത് NSS ജനറൽ സെക്രട്ടറീസ് നെവർ ഗെറ്റ് ചേഞ്ച്, നെവർ ഗെറ്റ് ഓൾഡ്, ദേ ആർ എവർ ഗ്രീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആളുകൾ ഇപ്പോൾ വോട്ടെടുപ്പിലൂടെ അംഗീകരിക്കുന്നിടത്തോളം കാലം അവർ എവർ ഗ്രീനായി നിൽക്കുന്നതിൽ നമുക്കെന്ത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നന്ദകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി പറയുന്നതിലും കാര്യമുണ്ട്. രാഷ്ട്രീയക്കാർ പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം, സംഘടിതമായി ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നു എന്ന് വേറെയും രാഷ്ട്രീയ പ്രതിനിധികൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എന്ന് നന്ദകുമാർ പറയുന്നു. സുനിൽകുമാർ എന്നോട് പറയുന്നു ഓണം ക്രിസ്മസ് അവധി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന മഹാന്മാരെ പറ്റി കൂടി ഒരു ചർച്ച ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നു. ഷാജി കണിയാമ്പറമ്പിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇതുപോലെ വർഗീയപക്ഷം ചീറ്റാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. സുരേന്ദ്രൻ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. സുരേന്ദ്രൻ, നമ്മള് ഉത്തരേന്ത്യയെ നോക്കി പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അവിടെ ജനസംഖ്യ കേരളം പോലെ അവർ നിയന്ത്രിച്ചില്ല. ഇന്ന് സംസ്ഥാന എനിക്ക് തോന്നുന്നത് TV വെച്ചത് കൊണ്ടാണ് സുരേന്ദ്രന് കേൾക്കാൻ കഴിയാത്തത്. TVയിലേക്ക് ശ്രദ്ധിക്കാതെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാമോ? ഇല്ല. ഓക്കെ, ഞാൻ വരാം, സുരേന്ദ്രനിലേക്ക് വരാം. ഓക്കെ, ഷമീർ കൊല്ലത്താണ് ചേരുന്നത്. ഷമീർ, നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ നോക്കി നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നികുതി വിഹിതത്തിൻ്റെ സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം നമുക്ക് കിട്ടാത്തതിൻ്റെ കാര്യം നമ്മൾ ജനസംഖ്യ കൃത്യമായി അത് നിയന്ത്രിക്കേണ്ട ഘട്ടത്തിൽ നിയന്ത്രിച്ചു. ഉത്തരേന്ത്യ അത് ചെയ്തില്ല. അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് ഒരു ഘട്ടത്തിൽ നമ്മൾ വിമർശിക്കുന്നു. അതുപോലെ ഒരു വിമർശനമാണോ വെള്ളാപ്പള്ളിയുടേത്? അതോ ഇത് ലീഗിൻ്റെ ദിനപത്രം പറയുന്നത് പോലെ അല്ലെങ്കിൽ മുഖപത്രം പറയുന്നത് പോലെ ഒരു കേരള തൊഗാഡിയുടെ രീതിയാണോ? വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളിക്ക് ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഇവിടെ നിന്ന് അവിടെ ചാഞ്ഞിന്ന് അവിടുന്ന് പങ്കുപറ്റാനും മകനെ കേന്ദ്രത്തിൽ വിട്ട് അവിടുന്ന് പങ്കുപറ്റാനും ഈ ഇടയ്ക്കൊരു ആളുകളെ തമ്മിലൊന്ന് വിഘടിപ്പിച്ച് നിർത്തിയെങ്കിലല്ല പറ്റത്തുള്ളൂ. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി എവിടുന്ന് എന്ത് അച്ചാരം കിട്ടുന്നോ അത് വാങ്ങിക്കാൻ നിൽക്കുന്ന ആളാ. അല്ലാതെ പ്രത്യേകിച്ച് പുള്ളിക്ക് SNDP സമുദായത്തിനോടുള്ള പ്രത്യേകിച്ച് ബാധ്യതയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഷമീർ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസിലെ ആളുകളൊക്കെ ഇദ്ദേഹത്തെ പുകഴ്ത്തുന്നത് എന്തുകൊണ്ടാ? ഇപ്പൊ ഹൈബി ഈഡൻ പുകഴ്ത്തുന്നു, K ബാബു പുകഴ്ത്തുന്നു. അപ്പൊ അങ്ങനെ ഒരാളെ ഈ കോൺഗ്രസ് നേതാക്കൾ വോട്ടിന് വേണ്ടി ഇദ്ദേഹത്തെ ആവശ്യം ഉണ്ടായതുകൊണ്ട് മനസ്സിലായി. ഇപ്പൊ നിലവില് ഇവിടെ ഭരിച്ച മുഖ്യമന്ത്രിമാരാരാ? ഈഴവ സമുദായത്തിൽ നിന്ന് 15 വർഷം ഭരിച്ച മുഖ്യമന്ത്രിയുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്ന് 53 ദിവസമേ ഭരിച്ചിട്ടുള്ളൂ ഒരു മുഖ്യമന്ത്രി. സർക്കാർ ജോലിയിൽ ഈഴവര് 21.9% ഉണ്ട്. മുസ്ലിം സമുദായം 13.5 ഉള്ളു. പക്ഷെ ജനസംഖ്യ നോക്കുമ്പോ മുസ്ലിം സമുദായം
26.9 ഉണ്ട്. ഈഴവ സമുദായം 20. നമ്മളത് പറയല്ല, അത് ജോലി കിട്ടി ജോലി ചെയ്യുന്നവര് വാങ്ങിച്ച് ചെയ്തോട്ടെ. പക്ഷേ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ ഇങ്ങനെ ഛർദ്ദിക്കുന്നത് നാടിന് ഗുണം ചെയ്യത്തില്ല. അത് നാളത്തേക്കുള്ള ഒരു വിപത്ത് പാകിയിടുകയാണ്. അതായത് അച്യുതാനന്ദൻ ഈ മുമ്പ് പറഞ്ഞത് ഇപ്പം വടക്കേ ഇന്ത്യയില് ലവ് ജിഹാദും മറ്റു കാര്യങ്ങളും അവർ ചർച്ച ചെയ്യുന്നത് കണക്ക് ഈഴവ സമുദായത്തിനെ കുറച്ച് ദിവസം കഴിഞ്ഞ് മുസ്ലിം സമുദായത്തിന് ഇതേ കണക്ക് എന്തെങ്കിലും പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിയുമ്പം വെള്ളാപ്പള്ളിയുടെ കാലശേഷം ഇത് നിലനിൽക്കും. ഈ പറഞ്ഞതെല്ലാം ഒരിക്കലും ഇത് മാഞ്ഞു പോകത്തില്ല. അതിനാണ് ഏറ്റവും കൂടുതൽ പിന്നീടാണ് ഇതിനകത്തുള്ള കുഴപ്പം വരുന്നത്. ഓക്കെ, വ്യക്തമാണ്. ഷമീർ കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിച്ചത്? ചവറയെന്നാണ്. ഓക്കെ. ഏതായാലും ഷമീറിൻ്റെ പ്രതികരണം അതാണ്. ജയരാജൻ നായർ വിളിക്കുന്നു വയനാട്ടിൽ നിന്ന്. ജയരാജൻ നായർ, ശ്രീ ജയരാജൻ നായർ കേൾക്കാമോ? കേൾക്കാം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു, നസ്രാണികൾ നമുക്കൊരു വെല്ലുവിളിയല്ല. അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിലും ആളുകൾ അമേരിക്കയിലും സ്വിറ്റ്സർലാൻഡിലുമാണ്. മലപ്പുറത്ത് ഞാനൊരു സത്യം പറഞ്ഞുപോയി എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അപ്പോൾ നസ്രാണികൾ വെല്ലുവിളിയല്ല എന്ന് പറയുമ്പോൾ മറ്റാരാണ് വെല്ലുവിളി എന്ന കാര്യം അവിടെ കുറച്ചുകൂടി കൃത്യമാവുകയാണ്. എന്താണ് ശ്രീ ജയരാജൻ നായർക്ക് അതിൽ തോന്നുന്നത്? അതെ, നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തില് എല്ലാവരും ഈ പറഞ്ഞ മുസ്ലിം പീഡനം നടക്കുന്നുള്ള ഒരു സത്യം തന്നെയാണ്. അത് താങ്കൾ വിശ്വസിക്കുകയാണ് അല്ലേ? അതെ, അവരുടെ സംഘടിത ശക്തിയാണ്. അവർ ആ കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നുണ്ട്. മറ്റുള്ളവർ അസംഘടിതരാണ്. പല വിധത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇപ്പൊ നായരും ഈഴവനും തമ്മിലൊന്നും ഐക്യമൊന്നുമില്ല. ഇവര് സമ്മർദ്ദ ശക്തികളാണെന്നുള്ളത് വളരെ സത്യമാണ്. നായർ വിഭാഗ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കൊന്നും കിട്ടുന്നില്ല എന്നാണ് താങ്കളുടെ പരാതി? കിട്ടുന്നൊക്കെ ഉണ്ട് ഇപ്പൊ. എന്നാലും അങ്ങനെയല്ല. പൊതുവെ ഒരു സമ്മർദ്ദ ശക്തിയല്ല, അതാണോ താങ്കളുടെ ആരോപണം? നായർ സമുദായം ഒരു സമ്മർദ്ദ ശക്തിയല്ല, അങ്ങനെയാണോ? സമ്മർദ്ദ ശക്തിയല്ല, അതൊരു സത്യം തന്നെയാണ്. ശരി, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, റഷീദ് കൊയിലാണ്ടിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റഷീദ്, ഇത് ശ്രീ റഷീദ് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ആളാണ്. പക്ഷേ അങ്ങയുടെ നേതാക്കളും വെള്ളാപ്പള്ളി എന്ന് വാനോളം പുകഴ്ത്തുകയാണ്. അപ്പോൾ യു ഡി എഫിന് വെള്ളാപ്പള്ളിയെ കൈവിടാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് സമ്മതിക്കുകയാണോ ശ്രീ റഷീദ്? മനു, ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്നതാണ്, പച്ച വർഗീയതയാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അശ്ലീലമായി തന്നെയാണ് മതേതര കേരളം കാണുന്നത്. മലപ്പുറത്ത് ചെന്നാൽ ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് അവിടെ ഒരു വലിയ ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചപ്പോൾ അവിടെ എന്തുണ്ടായി എന്ന് നമുക്കൊക്കെ അറിയാം. എന്തിനാണ് ഈ പച്ച വർഗീയത പറഞ്ഞുകൊണ്ട് ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നമുക്കറിയാം, അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നു, മുസ്ലിം വോട്ടർമാർ കൂടുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രി മുസ്ലിം ആവുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ മുസ്ലിം ആയിരുന്നല്ലോ. അദ്ദേഹം പ്രസിഡന്റായ വകയിൽ ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഫഖറുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടില്ലേ? അല്ല, പക്ഷേ എന്തുകൊണ്ടായിരിക്കാം വെള്ളാപ്പള്ളി ഇങ്ങനെ പറയുന്നത്? അദ്ദേഹം ഇപ്പോൾ ഒരു എത്രയോ ദീർഘകാലം കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിന് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം വെള്ളാപ്പള്ളി ഇങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ ഭയപ്പെടുത്തുന്ന വിഷയമെന്ത്? വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് എന്ത്? അങ്ങനെ ഒരു ചോദ്യം കൂടി അതിനപ്പുറത്തേക്ക് ഉയർന്നു വരുന്നില്ലേ? അതായത് അദ്ദേഹത്തിന്റെ സമുദായത്തിന് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. മറ്റുള്ള ആളുകൾ അത് നേടിയെടുക്കുന്നു. അപ്പോൾ അവർക്ക് സാധിക്കാത്ത സംഗതി മറ്റുള്ള സമുദായത്തിനെ ഇഴച്ചി പറയാനും അവരെ അവഹേളിക്കാനും ഈ നാട്ടിലെ ഉപാധിയാക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അപ്പൊ ഈഴവ സമുദായത്തിന് അർഹിക്കുന്ന ഒരു അംഗീകാരം കിട്ടാത്തത്? അവരൊരു സമ്മർദ്ദ ശക്തിയല്ല. ഇപ്പൊ വേറൊരു നായർ വിഭാഗത്തിലെ ആള് പറഞ്ഞു അവരും സമ്മർദ്ദ ശക്തിയല്ല. പക്ഷേ ഇതെല്ലാം ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദ ശക്തിയാകുന്നു എന്ന ഒരു ആരോപണം വയ്ക്കുന്നു. ഇത് വെറുമൊരു ആരോപണമല്ല, BJP വലിയ കാര്യമായി ഉയർത്തി കൊണ്ടുവരുന്ന ഒരു ആരോപണമാണ് കേട്ടോ. ന്യൂനപക്ഷ പ്രീണനം ഉണ്ട് രാജ്യത്ത് എന്നത് അത് തെരഞ്ഞെടുപ്പുകളിൽ അവർ ശക്തിയായി ഉയർത്തുന്നതാണ്. അത് മറപിടിച്ച് ആ വെള്ളാപ്പള്ളിയും കൂടി ഇത് പറയുമ്പോൾ കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗത്തിന് അത് സ്വാധീനിക്കില്ലേ?
ഒരിക്കലുമില്ല. ഒരു മറ്റുള്ള സമുദായത്തിന്റെ ഒരു തലനാരിഴ പോലും എന്റെ സമുദായത്തിന് വേണ്ട എന്ന മുഖ്യമന്ത്രി എന്ന ഒരാൾ ഇവിടെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഒരു തലനാരിഴ പോലും അന്യ സമുദായത്തിന്റെ ഒരു അവകാശത്തിന് ഞങ്ങൾ കൈവയ്ക്കില്ല. നേരെ മറിച്ച് ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഞങ്ങൾ ഒരു തലനാരിഴ പോലും വിട്ടുതരില്ല എന്നൊരാൾ മുഖ്യമന്ത്രിയായി. അദ്ദേഹം കേരളം കണ്ട ഏറ്റവും വലിയ മതേതര മുഖ്യമന്ത്രിയായിരുന്നു. ഒരാളല്ല, 10 ആളുകളിൽ കേരളത്തിലെ മതേതര കക്ഷികളൊക്കെ തന്നെ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഭരിച്ചിട്ടുണ്ട്, അതും മുസ്ലിം ആയിരുന്നു. പക്ഷേ ഈ ഓണവും ക്രിസ്മസും വെട്ടിച്ചുരുക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള ചില പ്രതികരണങ്ങളാണോ വെള്ളാപ്പള്ളിയെ ചൊടിപ്പിച്ചത് സമസ്തയുടെ ഭാഗത്തുനിന്നുണ്ടായി? വെള്ളാപ്പള്ളിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ വർഗീയതയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ബി ജെ പിക്ക് ഒരു ആൾ കേരളത്തിൽ വേണം, അത് ഇദ്ദേഹം ആയിത്തീരണം, അദ്ദേഹത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിന് നേടിയെടുക്കണം, അതല്ലാതെ സമുദായത്തിനോടുള്ള സ്നേഹമല്ല ഇതെന്ന് വളരെ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വർഗീയതയാണ്, അദ്ദേഹം അശ്ലീലമാണ് പറഞ്ഞത്. ആ അശ്ലീലത്തിന് കേരളത്തിലെ ജനത ഒരിക്കലും കൂട്ടുനിൽക്കില്ല. യെസ്, ഓക്കെ. അപ്പോൾ ഷിജു എന്നോട് പറയുന്നു ഏഴോ ഫ്രണ്ട്സ് വിൽ ഗീവ് പ്രോപ്പർ റിപ്ലൈ ടു വെള്ളാപ്പള്ളി എന്ന് പറയുന്നു. അജയ് കുമാർ പറയുന്നു ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് വെള്ളാപ്പള്ളി പറയുന്നത് എന്നാണ് പറയുന്നത്. അച്യുതാനന്ദ് എന്താണ് പറഞ്ഞത് ഷമീറെ എന്ന് ചോദിക്കുന്നു ഷാജി ഭാസ്കരൻ. ആര് പറയുന്നു എന്ന് നോക്കാതെ സ്വന്തം അനുഭവത്തിൻ്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് മോഹൻ ES പറയുന്നു. അപ്പോൾ ഹെനൻ എന്നോട് പറയുന്നത് സർ സിമ്പിൾ, ഇവിടുത്തെ രാഷ്ട്രീയം മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ ഒരുമിപ്പിച്ചും ഹിന്ദുക്കളെ ജാതി വെച്ച് വേർതിരിച്ചുമാണ് ഭരിക്കുന്നത് എന്നാണ് ഹെനൻ്റെ ആരോപണം. ഓക്കെ, അബ്ദൂസ് വിങ് ഓഫ് തോട്ട്സ് എന്നോട് ഹായ് എന്നൊക്കെ പറയുന്നു. അബ്ദു ഹായ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് ആംബുലൻസ് തടഞ്ഞതിൽ ഒരു ആദിവാസി മരിച്ചു, യൂത്ത് കോൺഗ്രസ് പ്രതിസ്ഥാനത്തായതിൽ ഒരു ഗും ഇല്ല. അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഷാജി ഭാസ്കർ അത് ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഞാൻ അത് നമ്മളും ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. ഈ ആംബുലൻസ് തടഞ്ഞതുപോലുള്ള പ്രതിഷേധ രീതികൾ ഒഴിവാക്കേണ്ടതാണ്. ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കാണ് ഇന്ന് കൃത്യമായി ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ട ഒരു സാഹചര്യത്തെ പറ്റിയുള്ള വാർത്ത പുറത്തു വന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നമ്മൾ കാണാതെ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ബാബു എന്നോടൊപ്പം ചേരുന്നത് നെടുമങ്ങാട് നിന്നാണ്. ശ്രീ ബാബു. ശ്രീ ബാബു ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? സാർ, ഞാനൊരു പെയിന്റിംഗ് തൊഴിലാളിയാണ്, ഒരു കൃഷിക്കാരനാണ്. തൊഴിലാളിയാണ്. അപ്പോൾ തൊഴിലാളികൾക്ക് ഈ വിഷയം അവരുടെ ഇടയിലൊക്കെ ചർച്ചയായിട്ടുണ്ടോ ഈ വെള്ളാപ്പള്ളി? അതെ സാർ, ഞങ്ങള് കൃഷിക്കാരാണെങ്കിലും കേരളത്തിലെ തൊഴിലാളികളാണെങ്കിലും കേരളത്തിലെ വിഷയങ്ങളിൽ സസൂക്ഷ്മം ഞങ്ങൾ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. ഞങ്ങൾ ശ്രദ്ധിക്കും സാർ. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ സമുദായ നേതാക്കൾ പറയുന്നത് മൈൻഡ് ചെയ്യരുത്. ഇവിടെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അവരെന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിൽ നല്ലതാണെന്ന് അവർക്ക് തോന്നുന്നത് അവർ ചെയ്യുക. അവരൊരു പരിപാടി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ സമസ്തയായാലും SNDP ആയാലും അവർ ചില അഭിപ്രായങ്ങൾ പറയും. അതിനെ മൈൻഡ് ചെയ്യുമ്പോഴാണ് അവർ വിചാരിക്കുന്നത് ഞങ്ങൾ പറയുന്നതിനെ രാഷ്ട്രീയ പാർട്ടികളിലൂടെ വലുതായിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഞങ്ങൾ പറയുന്നതിനെ വലുതായിട്ട് എടുക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പറയും സാർ, അത് വെള്ളാപ്പള്ളി ആയാലും തന്നെ സമസ്തയായാലും ക്രിസ്തീയ സമൂഹത്തിലെ ബിഷപ്പുമാരായാലും ആരായാലും അവർ പറയുന്നതിനെ തള്ളിക്കളയണം. അവർ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇവർ ശ്രദ്ധിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലൊരു തോന്നൽ വരുന്നത് ഞങ്ങൾ പറയുന്നവരനുസരിക്കും. പക്ഷെ അവർ പലപ്പോഴും പങ്കുവെക്കുന്നത് ആ സമുദായത്തിന്റെ ആശങ്കയല്ലേ? ഇപ്പോൾ ഒരു മതവിഭാഗം അവരുടെ ആശങ്കയല്ലേ പങ്കുവെക്കുന്നത്? അപ്പൊ അവരെ കൂടി കേൾക്കുക എന്നത് ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമല്ലേ? അപ്പൊ അവരെ അങ്ങനെ മുഴുവൻ നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? നോക്കണ്ടേ? അപ്പൊ ഒരു മതവിഭാഗം ആശങ്ക പറയുമ്പോൾ ആ ആശങ്ക ഒരാൾക്കത് ഒരു മതവിഭാഗം പറഞ്ഞ് ഞങ്ങൾക്ക് ദോഷമാണെന്ന്, അടുത്ത മതവിഭാഗം പറയാം അത് ഞങ്ങൾക്ക് അനുകൂലമാണെന്ന്. അപ്പോൾ അത് അങ്ങനെ ആരെങ്കിലും ഒരു അഭിപ്രായം പറയുന്നെങ്കിലും ആ ആശങ്ക എന്താണെന്ന് അവർ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോന്ന് നോക്കണം. സാർ, ഇവിടെ ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും വരാൻ പോകുന്നു. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും ഏത് നേതാവ് എന്ത് പറഞ്ഞിരുന്നാലും അതിന് ഇവർക്കൊരു മറുപടിയില്ല. പേടി, വോട്ട് കിട്ടൂല എന്നുള്ള പേടി. വളരെ വ്യക്തമാണ്. ശ്രീ ബാബു നെടുമങ്ങാട് നിന്നാണ് വിളിച്ചത്. അവിടുത്തെ നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കൾക്കെല്ലാം ബാബു നമ്മുടെ പൊതുവേദിയുടെ അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ ആശംസകൾ ഒക്കെ അറിയിക്കണം. ബാബു അവിടുന്ന് വിളിച്ച് പ്രതികരിച്ചതിൽ വളരെയധികം സന്തോഷം. ശ്രീ മോഹൻദാസ് എന്നോടൊപ്പം ചേരുന്നു. അതിനു മുമ്പ് സുന്ദരൻ VP എന്നോട് പറയുന്നത് മദ്രസ പഠനത്തിന് വേണ്ടി ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും അവധിയെടുത്ത് പൊതു സ്കൂളുകളിൽ സമയം ക്രമീകരിക്കണമെന്ന സമസ്തയുടെ ഭീഷണി ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ട് മാധ്യമങ്ങൾ?
അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കൊണ്ടല്ലേ സുന്ദരൻ VP താങ്കൾ ഇത് അറിഞ്ഞത്. അപ്പോൾ പിന്നെ മാധ്യമങ്ങൾ അത് എടുത്തില്ല എന്ന് പറയുന്നതിൽ അർത്ഥമാണ്. മാധ്യമങ്ങൾ പറഞ്ഞത് കൊണ്ടാണല്ലോ, ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണല്ലോ നമ്മൾ ഇത് അറിഞ്ഞത്. അല്ലാതെ സംസ്ഥാന നേതാക്കൾ ആരെയും ഫോൺ വിളിച്ച് ഇത് പറഞ്ഞു കൊടുത്തതല്ലല്ലോ. അപ്പോൾ അത് എല്ലാ മാധ്യമങ്ങളും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് സുന്ദരൻ, ഇന്നത്തെ കാലത്ത് ഇനി മാധ്യമങ്ങൾ, ഏതെങ്കിലും ഒരു മാധ്യമം ഒരു വാർത്ത ഒളിപ്പിച്ചു വെക്കാൻ വിചാരിച്ചു എന്ന് ധരിക്കുക സാധ്യമല്ല. ഇത് സമൂഹ മാധ്യമങ്ങളുടെ ഒരു കാലമാണ്. ഇത് എല്ലാ ആളുകളും മൊബൈൽ ഫോണിൽ എല്ലാ തരം വാർത്തകളും നോക്കുകയാണ്. അപ്പോൾ 100,000 കാക്കത്തൊള്ളായിരം പിന്നെ ഓൺലൈൻ ചാനലുകൾ, മാധ്യമം, ഇതിനെല്ലാം ഒരേ സമയത്ത് മൂടിക്കെട്ടുക അസാധ്യമാണ്. വാർത്ത അങ്ങനെ മറച്ചു വയ്ക്കാൻ കഴിയുന്ന കാലം എന്നോ ഇവിടുന്ന് പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ജയകുമാർ എന്നോട് നമസ്കാരം പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി പിണറായിയുടെ കൂടെ ചേർന്ന് ആണ് വർഗീയത പറയുന്നത്. ഓക്കെ, ധർമ്മസ്ഥലയിലെ കേസ് പുറത്തു കൊണ്ടുവന്ന ന്യൂസ് 18 അഭിനന്ദനങ്ങൾ എന്നോട് അബ്ദു പറയുന്നു. അബ്ദുവിന് ആ പ്രതികരണത്തിന് ഞങ്ങൾ അങ്ങേയറ്റം നന്ദി പറയുന്നു. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേക പ്രതിനിധി എന്ന തരത്തിൽ പറയാവുന്ന KV ബൈജു അവിടെ ചെല്ലുകയും അതിൻ്റെ വിശദാംശങ്ങൾ വളരെ കൃത്യമായി പുറത്തുവിടുകയും ചെയ്തു. ഇത് ആദ്യം നമ്മുടെ പോലീസ് പെട്രോളിലാണ്, ഒരു ക്രൈം വാർത്ത എന്ന നിലയിൽ നമ്മുടെ പോലീസ് പെട്രോളിൻ്റെ പ്രൊഡ്യൂസറായ നമ്മുടെ പ്രദീപ് നെടുമൺ ഈ വാർത്ത ആദ്യം സ്പോട്ട് ചെയ്യുന്നു. ഉടനെ അതോടൊപ്പം തുടർന്ന് തന്നെ ബൈജുവും അതിൻ്റെ തുടർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനായി അവിടേക്ക് ചെല്ലുന്നു. പുറത്തു വരാനിരിക്കുന്നത് വലിയ മനുഷ്യനെ നടുക്കുന്ന വാർത്തയാണെന്ന കാര്യത്തിൽ സംശയമില്ല. നൂറുകണക്കിന് മനുഷ്യരെ ഒരു പരമ്പരയായി കൊന്നൊടുക്കിയതിൻ്റെ കഥയാണ് പുറത്തു വരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ വാർത്ത കൊടുത്തതിൻ്റെ ഭാഗമായി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. സത്യം പുറത്തു വരാതിരിക്കാൻ കഴിയില്ല. എത്ര തന്നെ മൂടിവെച്ചാലും, എത്ര ആഴത്തിൽ മൂടിവെച്ചാലും, എത്ര തന്നെ പണം കൊണ്ടതിന് മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ അതെല്ലാം തകർത്ത് വാസ്തവം പുറത്തു വരും, സത്യം പുറത്തു വരും. കുറ്റകൃത്യങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോകുമെന്ന് കരുതുന്നത് വലിയ തെറ്റ്. ഓക്കെ, അപ്പം മോഹൻദാസ് എന്നോടൊപ്പം ചേരുന്നു ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ് കേൾക്കാം? നമസ്കാരം. അപ്പോ അല്ല, നമ്മുടെ സ്ഥിരം പൊതുവെ ശബ്ദ സാന്നിധ്യങ്ങള് ഇപ്പൊ കേൾക്കാറേ ഇല്ലാത്ത, അത് സങ്കടം തോന്നുന്നുണ്ട്. മനുവാണ് അവരൊക്കെ കൂടെ കൂട്ടി നിർത്തുന്ന ഒരാള്, ഒരു പൈവോട്ടൽ ഓഫ് ദി പൊതുവേദി. കാരണം അവരൊക്കെ അന്വേഷിക്കും, എന്താ വിളിക്കാത്ത ഏതാണ് നമുക്ക് അന്വേഷിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ചില ആളുകളോട് ചോദിച്ചു, അപ്പോൾ എന്താണ്, അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിത് കാണുന്നുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട്, പക്ഷേ പുതിയ ആളുകൾക്കും അവസരങ്ങൾ പറയാൻ ഒരു സമയം നമ്മൾ കുറച്ച് കൊടുക്കാം. എല്ലാറ്റിലും നമ്മൾ അഭിപ്രായം പറഞ്ഞ് കുറേയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ചിലർക്ക് ടോപ്പിക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകം അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്ക് വരുമ്പോൾ അവർ വരും. എങ്കിലും ശ്രീ മോഹൻദാസ് പറഞ്ഞ ഒരു നല്ല കാര്യമാണ്. കാരണം ഒരു 2 വരിയെങ്കിലും അല്ലെങ്കിൽ ഒരു വാക്കെങ്കിലും പെട്ടെന്ന് പറഞ്ഞു തീർത്ത് അവർ വന്ന് ഒരു ദിവസം വരുന്നത് നല്ലതാണ്, അല്ലേ? അതെ, അത് മാത്രമല്ല ആധികാരികമായിട്ട് സംസാരിക്കുന്നവരവരൊക്കെ. ഞാൻ അത് കഴിഞ്ഞ ദിവസം എന്നോട് ആരും ചോദിച്ചു, നമ്മുടെ ദീപുവിനെ കാണാനില്ലല്ലോ എന്ന്. എന്നോട് എപ്പോഴും വഴക്കൂടുന്ന ആളാണ് ദീപു, പക്ഷേ അദ്ദേഹത്തെ ഇപ്പൊ കാണാനില്ല. ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം എന്താ സംഭവിച്ചതെന്ന് ഞാൻ ചോദിക്കാം. എന്തായാലും സന്തോഷവും. പിന്നെ ഒരു കാര്യം പറയാം. അപ്പൊ ഞാനൊരു NSS നായർ സമുദായമാണ്. അത് വലിയ അഭിമാനപൂർവ്വം ഒന്നല്ല പറഞ്ഞിട്ടോ. ശ്രീ മോഹൻദാസ് അല്ലല്ല, ഞാൻ കരയോഗത്തിലെ ഒരു മെമ്പറാണ്. ഇടയ്ക്ക് പോയിട്ട് കീബോർഡ് വായിക്കും. അത് ഞാൻ മാത്രമേ വായിക്കുള്ളൂ. ഞാൻ മാത്രം ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആളുള്ളൂ. അത് കാരണം എനിക്ക് പ്രത്യേക പരിഗണന കിട്ടും. അത്രേ ഉള്ളൂ. അല്ലാതെ തെരഞ്ഞെടുപ്പിന് പോലും വോട്ട് ചെയ്യാനൊന്നും ഞാൻ പോറില്ല. ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒന്നുമില്ല. ഈ കൊല്ലത്തില് ആ പൈസ കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. അതിന്റെ കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ. വെള്ളാപ്പള്ളി മാത്രം പറയണ്ട, നമ്മുടെ സുകുമാരൻ നായർ മണിച്ചേട്ടനും ഉണ്ടല്ലോ, അവരുടെ കാര്യം കൂടി ഒന്ന് പറയണം. ഇവരൊക്കെ ഈ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി അതാത് സമയത്ത് ഓരോ സാധനങ്ങൾ ഇങ്ങനെ വിളമ്പും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവർക്ക് ഒരു ഗുണവും ചെയ്യില്ല. ഇവരുടെ കോളേജുകളിലും ഇവിടെയൊക്കെ ഡൊണേഷൻ വാങ്ങാണ്ടൊന്നും അപ്പോയിന്റ്മെന്റ് കിട്ടില്ല, അത് ഉറപ്പ് ഈ ജോലിക്ക്. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ എത്ര മാർക്ക് ഉണ്ടെങ്കിലും അതിന് കാശ് വാങ്ങിക്കും, അത് സംശയമൊന്നുമില്ല. രണ്ടു കൂട്ടിട്ടാ. പിന്നെ ഇവര് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് വിരട്ടിയിട്ട് ആരപ്പെടും, വെറുതെ പറഞ്ഞതൊക്കെ തന്നെ. അല്ലാതെ ഇവര് പറഞ്ഞിട്ടൊന്നും ആരും വോട്ട് ചെയ്യുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? സമദൂരം, അവസാനം സമദൂരം പോലെ. അപ്പൊ കുഴപ്പമില്ലല്ലോ, അവിടെ ഇല്ല ഇവിടെ ഇല്ലാണ്ട്. ഇതാണ് സംഭവം. പിന്നെ വെള്ളാപ്പള്ളി ഇങ്ങനെ പോയി നടേശ ഗുരുവായിട്ട് മാറുമെന്ന് എനിക്ക് സംശയമുള്ളൂ. അങ്ങനെയുള്ള പ്രവചനങ്ങളാണ് പ്രവചനം. ഒരു പ്രവാചകനല്ല, പ്രവചകൻ. അയ്യോ കഷ്ടം തന്നെ. ഈ വയസ്സ് 88 ആയതുകൊണ്ടൊന്നും ഇപ്പൊ വിവരം വേണമെന്നൊന്നുമില്ല. കുറെ കാശുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്, അത്ര തന്നെ. അവരൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തെങ്കിലും പറയാ, അത്രയേ ഉള്ളൂ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും
വളരെ നന്ദി അവിടുന്ന് പ്രതികരിക്കുകയും ചെയ്തത്. നൈസാം എന്നോടൊപ്പം ചേർന്ന് കൊല്ലത്ത് നിന്നാണ്. നൈസാം, ഇന്ന് ചന്ദ്രിക വളരെ ക്ഷുഭിതമായി തന്നെ വെള്ളാപ്പള്ളിയെ വിമർശിച്ചിട്ടുണ്ട്. ശക്തമായ ഒരു പ്രതികരണമാണ് ചന്ദ്രികയുടെ എഡിറ്റോറിയലിൽ നിന്ന് വന്നിട്ടുള്ളത്. രാജ്യം പ്രതിസന്ധിയിലാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധമെന്ന പഴയ രീതിയാണ് ഇവിടെ ഇദ്ദേഹം പയറ്റുന്നത്. ഓരോ സമയവും പിണറായിയെക്കുറിച്ച് പാലും തേനും പുരട്ടിയ വാക്കുകൾ കൊണ്ട് പുകഴ്ത്തുകയും മറ്റുള്ളവരെ ഇകഴ്ത്തുകയും ചെയ്യും. അതേസമയം പ്രവീൺ തൊഗാഡിയെ തോറ്റുപോകുന്ന തരത്തിൽ വർഗീയത കോളാമ്പി തുറന്ന് പുറത്തേക്ക് തുപ്പുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചന്ദ്രികയുടെ ആളല്ല. ഒന്ന് ഹലോ, ഞാൻ ചന്ദ്രികയുടെ ആളല്ല. അല്ല, ഞാൻ ചന്ദ്രികയുടെ ആളാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് വെള്ളാപ്പള്ളിയും ഒരു ആശങ്ക ഉന്നയിക്കുന്നു. വെള്ളാപ്പള്ളി പറയുന്നതിനെ ഇത്ര രൂക്ഷമായി ചന്ദ്രിക വിമർശിക്കുന്നത് എന്തുകൊണ്ടാകാം? ഇത് ഒരു നമ്മൾ കാണാത്ത തലത്തിൽ ഒരു സ്പർദ്ധയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നുണ്ടോ? ഇല്ല, ഇത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ല. സുപ്രസിദ്ധിയേക്കാൾ നല്ലത് കുപ്രസിദ്ധിയാണ്. അവിടെ ഒരു പരിപാടി നടന്നെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മാധ്യമങ്ങൾ നമ്മളെ പോലുള്ള ആൾക്കാർ ചർച്ച ചെയ്യുന്നു. ഇത് ചർച്ച ചെയ്യാതെ ഒരു 3-4 വട്ടം ചേർന്ന് നമ്മളെ വീടിന്റെ മുമ്പിൽ നിന്ന് ചീത്ത വിളിക്കുന്നു. 3-4 വട്ടം മൈൻഡ് ചെയ്യായിരുന്നു അവരെ നാട്ടിൽ കഴിക്കുമ്പോൾ അവരങ്ങ് പൊയ്ക്കോടും. അതുപോലെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ എടുത്ത് ചർച്ച ചെയ്യാനും ഇതൊക്കെ വലിയ വലിയ കാര്യമെന്ന് പറയാനുള്ള കാര്യങ്ങളൊന്നും ഇവിടെ യഥാർത്ഥത്തിലില്ല. മനുഷ്യർ മനുഷ്യരുമായിട്ട് നല്ല രീതിയിൽ സഹായിച്ച് നല്ല രീതിയിൽ പോകുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനൊന്നും ഇതൊന്നും പറഞ്ഞെന്നും പറയണ്ടെന്നും എന്റെ സുഹൃത്തുക്കളിപ്പം ഇയാൾ ഇത് പറഞ്ഞെന്നും പറഞ്ഞ എന്റെ സുഹൃത്തുക്കളല്ലാതാവുമോ? ഇതൊക്കെ വലിയ കാര്യങ്ങളുള്ള കേസല്ല യഥാർത്ഥത്തിൽ. ഇതൊക്കെ വെറുതെ ചുമ്മാ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയും അതുകൂടാതെ ഞാനും ഇവിടെ സമ്മേളനത്തിൽ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയും പറയുന്നല്ല. ഇതിനൊരു കഥയും ഇല്ല. ഇതൊക്കെ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത്, ഇത് മൈൻഡ് ചെയ്യാതിരിക്കുക. ഒരു 3-4 വട്ടം മൈൻഡ് ചെയ്യാതിരിക്കാമെങ്കിൽ ഈ പരിപാടി നാളെ അവസാനിക്കും. PC ജോർജ് അവരൊക്കെ പറയുന്നത് നാളെ അവസാനിക്കും. വ്യക്തമാണ്. ഓക്കെ, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. പക്ഷേ ഒരു പൊതു സമൂഹത്തിൽ ഒരു സാമുദായിക നേതാവ് പറയുന്നതിനെ നമുക്ക് എന്തോ പറഞ്ഞോട്ടെ എന്ന തരത്തിൽ അങ്ങനെ പറയാനാവില്ല. ചില ഘട്ടങ്ങളിൽ അവരുടെ ആശങ്കകളാകാം, ചിലപ്പോഴത് അതിരുകടന്ന ചില വേവലാതികളാകാം. ആ വേവലാതികൾ ഒരു പടി കൂടി അപ്പുറത്തേക്ക് കടക്കുമ്പോഴത് വലിയ സാമുദായിക സ്പർദ്ധയ്ക്ക് വഴിവെച്ചേക്കാം. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ അതിനെ കുറെ കൂടി ഗൗരവത്തോടു കൂടി കാണേണ്ടത്. അപ്പോൾ യെസ്, എനിക്കൊപ്പം കുറച്ച് പേർ കൂടി യൂട്യൂബിൽ ചേരുന്നുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് ഇത്തരം പ്രസ്താവനകൾ നടത്താൻ സമസ്തയെ പോലുള്ള മതവാദികൾ അവസരം കൊടുത്തു, മാധ്യമങ്ങൾ സെലക്റ്റീവായി വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്തു എന്നാണ് സുന്ദരൻ്റെ അഭിപ്രായം. ഓക്കെ, സെലക്റ്റീവായി എടുത്തിട്ടല്ല, രണ്ട് വിഷയവും ചർച്ച ചെയ്തു. അതിൽ രണ്ടുപേർക്കും പറയാനുള്ളത് കേൾക്കട്ടെ ജനങ്ങൾ, എന്നിട്ട് പൊതുവായി ഒരു അഭിപ്രായം വരട്ടെ. അതല്ലേ സുന്ദരൻ അതിൻ്റെ ശരിയായ രീതി. ഓക്കെ, അപ്പോൾ ഇതിൽ പക്ഷേ ഇന്ന് ചന്ദ്രിക വളരെ രൂക്ഷമായ രീതിയിലാണ് വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിച്ചതെങ്കിലും മറ്റു പല നേതാക്കൾ ഇന്ന് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നു എന്നത് വലിയ ആശ്വാസമാണ്. ഏതായാലും തൻ്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് വെള്ളാപ്പള്ളി പറയുകയാണ്. അപ്പോൾ കോട്ടയം സമ്മേളനത്തിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് താൻ പുറകോട്ടില്ല എന്ന നിലപാടാണ്. സന്തോഷ് എന്നോടൊപ്പം ചേരുന്നത് കാസർഗോഡ് നിന്നാണ്. സന്തോഷ് തൃക്കരിപ്പൂരിൽ നിന്നാണോ? ചെറുവത്തൂർ. ഹലോ സന്തോഷ്, ഇത് തൃക്കരിപ്പൂരിലെ സന്തോഷാണോ ചെറുവത്തൂരിലെ സന്തോഷ്? മറ്റേ വെള്ളരിക്കുണ്ടല്ലേ? വെള്ളരിക്കുണ്ടിൽ സന്തോഷ്. ഓക്കെ, ഇത് വെള്ളരിക്കുണ്ടല്ല, ഇത് ചെറുവത്തൂർ. ഈ സന്തോഷ്, ഈ തർക്കവും വിവാദവും ഒക്കെ കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ആദ്യം ചെയ്യേണ്ടത് ഈ വെള്ളാപ്പള്ളി SNDP പ്രസിഡന്റ് ആണെങ്കിൽ ഒന്നെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോ അവിടെ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ വെള്ളാപ്പള്ളിനെ അവിടെ നിന്ന് പുറത്താക്കണം. കാരണം ശ്രീനാരായണ ഗുരു പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് ഇയാളെല്ലാം പറയുന്നത്, പ്രവർത്തിക്കുന്നതും. മതവും ജാതിയും ചോദിക്കാത്ത ശ്രീനാരായണ ഗുരുവിന്റെ ആ ഫോട്ടോ വെച്ച് അവിടെ കയറിയിരുന്ന് മതവും വർഗീയതയും പറയുന്ന വെള്ളാപ്പള്ളി. പിന്നെ ഈ പ്രൊഡക്ഷൻ മുസ്ലിംസ് വർദ്ധിക്കുന്നതിന് ഈ വെള്ളാപ്പള്ളിക്ക് എത്ര മക്കളുണ്ട്? പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചൂടെ? ആരെങ്കിലും തടഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. വെറും വർഗീയത പറയുന്ന പ്രായമാകുമ്പം ഒന്നെങ്കിൽ മൂലക്ക് ഇരുത്തണം. ഇങ്ങനെ വർഗീയ വിഷം ഇപ്പൊ ഒന്നും തുടങ്ങിയതല്ലോ. നമുക്കറിയാം, പ്രായമായ ആളെ നമുക്ക് മൂലക്കിരുത്തണമെന്ന് പറയാൻ പാടുമോ സന്തോഷ്? പ്രായമായ ആളുകളൊന്നും നാടിന്റെ പൗരന്മാരല്ലേ, അവരും കൂടി പറയട്ടെ. അല്ല, പ്രായമായവർ എത്രയോ നല്ല മാന്യമായിട്ട് ഇടപെടുന്നവരുണ്ട്, ഇല്ലേ? VS അച്യുതാനന്ദൻ പോലും നല്ല മാന്യമായിട്ടല്ല ഇടപെട്ടു. ശരി, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. ഷാജി ഭാസ്കർ എന്നോട് പറയുന്നു വെള്ളാപ്പള്ളിക്ക് ഒരു വേവലാതിയുമില്ല, ഒരു ശുദ്ധ വിവരക്കേടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുന്നു. അപ്പോൾ ശിവദാസൻ ബാലരാമപുരത്ത് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ശിവദാസൻ, നമസ്കാരം സാർ. വെള്ളാപ്പള്ളി പങ്കുവെക്കുന്നത്
ഈ ഈഴവ സമുദായത്തിൻ്റെ പൊതു ആശങ്കയാണോ അതോ വെള്ളാപ്പള്ളിയുടെ മാത്രം ആശങ്കയാണോ? സാർ നമസ്കാരം. സാർ നമസ്കാരം. നമസ്കാരം. ഞാനൊരു സഹ സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ വർഷം. ഈ പ്രാവശ്യം ഞാൻ മാറി 3 വർഷം കഴിഞ്ഞ് മാറി കൊടുത്തു. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ സാർ എന്ന് പറഞ്ഞ ഈഴവ സമുദായത്തിന് ഈഴവർ ഉണ്ടെന്നുള്ളത് ഒരു ഈഴവനാണെന്ന് ഈഴവരെന്ന് പറയാൻ ശ്രീനാരായണഗുരു ഈഴവനായിപ്പോയി. പക്ഷെ അദ്ദേഹം ജാതിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം അദ്ദേഹം പ്രവർത്തിച്ചത്. പക്ഷേ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഈഴവ സമുദായം തന്നെയാണ് അദ്ദേഹം. ഇന്ന് ഈഴവ സെക്രട്ടറി തന്നെയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകൾ കാലാകാലങ്ങൾ മാറി തിരിച്ചും പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വയസ്സായി പോയി മൂടിയിരിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഈഴവന്മാർക്ക് ഇനി 25 വർഷം കഴിഞ്ഞ് 27 വർഷം കഴിഞ്ഞ് സെക്രട്ടറി ഇരിക്കാൻ ഏതെങ്കിലും ഒരാൾ വരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരാള് നെല്ലിയാഹാരം കഴിക്കുന്ന ഒരാള് 27 വർഷം വരാൻ പോകുന്ന അദ്ദേഹം. എനിക്ക് അദ്ദേഹം ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. അദ്ദേഹം ന്യായീകരിക്കുന്നുമില്ല. അദ്ദേഹം രാത്രി എന്ന് പറയും, പാലം എന്ന് പറയും, പിറ്റേ ദിവസം എന്ന് പറയും. ശിവദാസൻ SNDP അംഗമായിരുന്നോ? ശാഖ അംഗമായിരുന്നു? ഞാൻ ശാഖ സെക്രട്ടറി 2000 സെക്രട്ടറി ആയിരുന്നു. 3 കൊറോണ കാലത്ത് ഞാൻ ശാഖ സെക്രട്ടറി ആയിരിക്കുമ്പോ വെള്ളാപ്പള്ളിയുടെ പക്ഷത്താണോ നിന്നിരുന്നത്? സാറേ, ഞാൻ വെള്ളാപ്പള്ളിയുടെ പക്ഷത്തല്ല. ഒന്ന് ശ്രീനാരായണ ഗുരുവിന്റെ തത്വം മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിച്ചു. 3 വർഷക്കാലം അതേ രീതിയിൽ നിന്നു. ആ സമയത്ത് കൊറോണ വന്നത്. ആ സമയത്ത് എന്റെ 315 വീട്ടുകാരിൽ 185 വീട്ടുകാർ ഭക്ഷണത്തിന് വേണ്ടിയോ അന്നത്തിന് വേണ്ടിയോ മരുന്നിന് വേണ്ടിയോ ഒന്നിനും ഞാൻ ഇടവച്ചില്ല. ആ സമയം അവർ ഞാൻ നോക്കി. അതിനടുത്തുള്ള എല്ലാവരും ജാതി ഭേദമില്ലാതെ 3 വീട് ഈഴവ സമുദായം ഉണ്ടെങ്കിൽ അവിടെ മറ്റാൾക്കാർ കാണും. അവർക്കും ഞാൻ എത്തി കൊടുത്തിട്ടുണ്ട്. എന്റെ പുലിപ്പണിക്കാരനായിരുന്നിട്ട് പോലും SNDP അംഗ നേതാവായിട്ടും താങ്കൾ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നില്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല, അത് അങ്ങനെ പറ്റൂല. പുഷ്കരൻ എന്നോടൊപ്പം ചേരുന്നത് കോട്ടയത്ത് നിന്നാണ്. ശ്രീ പുഷ്കരൻ, ഹലോ ഹലോ ശ്രീ പുഷ്കരൻ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്? എനിക്ക് 87 വയസ്സാകാൻ പോവുക. അപ്പോൾ ഒരു സീനിയർ സിറ്റിസൺ ആണ്. നമ്മുടെ കേരള രാഷ്ട്രീയത്തെ 87 വർഷം വളരെ സൂക്ഷ്മമായി നോക്കി നിരീക്ഷിച്ച ആളായിരിക്കണം. കോട്ടയത്ത് എവിടെ നിന്നാണ് ശ്രീ പുഷ്കരൻ വിളിക്കുന്നത്? ഞാൻ കോട്ടയത്ത് വൈക്കത്ത് നിന്നാണ്. വൈക്കത്ത് നിന്നാണ്. അപ്പോൾ ഈ ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി ആളുകൾ പുകഴ്ത്തുന്നത് കണ്ടപ്പോൾ, ചന്ദ്രിക വെള്ളാപ്പള്ളിയെ നിശിതമായി വിമർശിക്കുന്നത് കണ്ടപ്പോൾ ശ്രീ പുഷ്കരൻ എന്തു തോന്നി? ആരുടെ ഒപ്പം നിൽക്കുന്നതായിരിക്കാം? ഞാൻ ഉള്ള സത്യം പറയാം. ഞാൻ നാരായണ ഗുരുദേവന്റെ ഒരു അദ്ദേഹത്തെ അംഗീകരിക്കുന്ന, അദ്ദേഹത്തെ അനുസരിക്കുന്ന, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം സ്വന്തം പണം കൊടുത്ത് സമുദായത്തിന്റെ ഗുരുദേവന്റെ അനുയായിയാണ്. പക്ഷേ അപ്പോൾ ഗുരുദേവന്റെ അനുയായി ആയതുകൊണ്ട് സ്വാഭാവികമായും SNDP ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ SNDP ഇല്ല. ഒരു 10-25 വർഷമായിട്ട്, ഇപ്പോൾ വെള്ളാപ്പള്ളി അധികാരത്തിൽ വന്നിട്ട് 30 വർഷമായി. 25 വർഷമായിട്ട് ഞാൻ SNDP യോഗത്തിലില്ല, ഞാനും എന്റെ ഫാമിലി. അതിന് കാരണങ്ങൾ പറഞ്ഞാൽ, അദ്ദേഹം ഈ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നാണ്. അത് ഉണ്ടാക്കുന്നവരുടെ കൈവശമാണ് ഇന്ന് ആ സ്ഥാപനം എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല. അതിനു മുമ്പുള്ള ചില കാര്യം, എനിക്ക് 87 വയസ്സായെന്ന് പറഞ്ഞല്ലോ. ഒരു 15 വയസ്സ് വരെ ഞാൻ വൈക്കം സത്യഗ്രഹ മെമ്മോറിയൽ ഹൈസ്കൂളിലാണ് പഠിച്ചിരുന്നത്. അത് നാരായണ ഗുരു സ്വന്തം പണം കൊടുത്ത് വാങ്ങിച്ച ഡോക്ടറോട് വാങ്ങിച്ച 2 മുറി പുരയിടത്തിൽ ഒന്നാണ് വെല്ലൂർ മഠം. പണ്ട് അത് പുരാതന കാലത്ത് ഭട്ടന്മാരുടെ സ്ഥലവും മറ്റും ആയിരിക്കാം. അവിടെയാണ് അദ്ദേഹം ആദ്യം ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത്. മറ്റൊരു പുരയിടമുണ്ട്. അത് ഞാൻ ചോദിക്കുന്നത് ശ്രീ പുഷ്കരൻ, ഇപ്പൊ ഒരു പ്രേക്ഷകൻ എനിക്കൊരു പ്രതികരണം അയക്കുകയാണ്. മുരളീധരൻ, വെള്ളാപ്പള്ളി പറഞ്ഞാൽ വർഗീയം, വിവരക്കേട്. കാന്തപുരം പറഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം. വർഗീയ വിവരക്കേട് ആര് പറഞ്ഞു? ഞാൻ പോയിന്റിലേക്ക് വരാം. ഈ വൈക്കം നമ്മൾ വിഷയത്തിലേക്ക്, നമുക്ക് വേറെ ആളുകൾ കാത്തു നിൽക്കുന്നു. ആയിക്കോട്ടെ, എന്നാൽ ഇത് പ്രസക്തമായ ഒരു കാര്യമാണ്. വൈക്കം ഹയർ സെക്കൻഡറി, അദ്ദേഹം സമുദായത്തിന് വേണ്ടി വാദിക്കുന്ന ആളാണല്ലോ, ബഹുമാന്യപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ചെയ്ത ഒരു കാര്യം പറയാം. ഇന്നിപ്പോ ഇവിടെ ഇലക്ഷൻ നടക്കാറില്ല സമുദായത്തിലൊന്നും. 30 വർഷമായിട്ട് അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തിലെ ഈ SNDP സ്ഥാപനങ്ങളൊക്കെ തന്നെ
അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരായ ഷാപ്പ് ജില്ല ജോലിക്കാരൊക്കെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതൊരു സത്യമല്ലേ? അല്ലെന്ന് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? രണ്ട്, അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ശത്രുക്കളെ അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായും ആ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് മിത്രങ്ങൾ കിട്ടാനല്ലേ ശ്രമിക്കുള്ളൂ. അതൊരു സ്വാഭാവിക കാര്യമല്ലേ? മധ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നവർ പലരും. അപ്പൊ ഈ അടുത്ത കഴിഞ്ഞ ജനുവരിയിൽ നടന്ന സംഭവം ഞാൻ പറയാം. എന്റെ ഒരു കൊച്ച്, എന്റെ പേരക്കിട കുട്ടി തമിഴ്നാട്ടിലെ പിന്നെ ചെന്നൈയിലെ നിന്ന് MSc ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷനോട് കൂടി പാസ്സായി. ആ കുട്ടിക്ക് അവിടെ ഒരു വേക്കൻസി വന്നു. ആ വേക്കൻസി വന്നപ്പോൾ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ മത്സരിക്കാൻ, എന്റെ കുട്ടിയും മറ്റൊരു കുട്ടി. പക്ഷെ എന്റെ കുട്ടിക്ക് തന്നില്ല, ആ 3rd ക്ലാസ്സുകാരിക്ക് കൊടുത്തു. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. സ്വന്തം കുടുംബത്തിനും സ്വന്തക്കാർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഒരു വലിയ സ്ഥാപനം SNDP യോഗം എന്ന് പറയുന്ന സ്ഥാപനം മാറ്റിവെച്ചിരിക്കുകയാണ്. അത് ശരിയല്ല. ഞാൻ അതേ സമയത്ത് മലബാറിൽ ജോലിയായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ്. എന്റെ ചില പരിചയക്കാരുടെ മക്കൾക്ക് അവിടെ ജോലി കിട്ടുമോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ അവിടെ 2-3 മുസ്ലിം സ്കൂളുകളിൽ 5 പൈസ വാങ്ങിക്കാതെ അവർ നിയോഗിച്ചു. ഇതൊരു സത്യമാണ്. വ്യക്തമാണ്. ഏതായാലും അങ്ങ് വലിയ അനുഭവം ഒക്കെ ഉള്ള ആളാണ് ഇത് സംബന്ധിച്ച്. ഏതായാലും ഇത് SNDP-ക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഇതിലൊരു മാറ്റം വരുത്താനുള്ള ഒരു ശ്രമം നടത്തും എന്ന് ഞാനും പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, എന്നോടൊപ്പം ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി, നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ വിളിക്കുമ്പോഴേ ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് വിളിക്കുന്നത്. അത് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്യല്ലേ. എന്നോട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ദ്രോഹം ചെയ്തു. എന്റെ പോയിന്റ് നമുക്ക് ചില സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പം നമ്മളൊരു പരിധിയൊക്കെ ഒരു ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ സമയം പൊതുവേദിയിൽ കിട്ടുന്നത് ആരെന്ന് ചോദിച്ചാൽ അങ്ങേക്കൊരു മറുപടി അതിന് പറയാമോ? നമ്മുടെ പൊതുവേദിയിൽ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്ന ഒരു പ്രതികരണം നടത്തുന്ന ആൾ ആരാണ്? അങ്ങക്കത് പറയാൻ മടിയുണ്ടാവും, പക്ഷേ മറ്റാരുമല്ല. ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാൻ വന്നതിന്റെ ലാസ്റ്റ് പോയിന്റ് ആ വേടന്റെ വിഷയമായിരുന്നു. അതിനകത്ത് ഞാൻ പറയാൻ വന്ന ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ചങ്ങമ്പുഴയിൽ ഒരു കവിതയുണ്ട്. എന്തെന്ന് വെച്ചാല്, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങളുടെ പിന്മുറക്കാർ എന്ന് ചങ്ങമ്പുഴ പാടിയത് ഇപ്പം വേടനെ പോലുള്ള ആൾക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറയാൻ വന്നത്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10 സെക്കൻഡിന്റെ സമയം മതിയായിരുന്നു. അത് കിട്ടിയില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ഇനി ഇതിലേക്ക് വരാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. അതായത് നമ്മുടെ മഹാഗുരു ശ്രീനാരായണ ഗുരു അദ്ദേഹം പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ അദ്ദേഹം പറഞ്ഞപ്പോ അതിനും അപ്പുറത്ത് പറഞ്ഞ ഒരാളുണ്ട്, സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞു. ഈ കാര്യം ശ്രീനാരായണ ഗുരുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ ഗുരു പറഞ്ഞത് ആ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതിനകത്ത് ശരിയുണ്ടെന്ന് സമ്മതിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിന്റെ കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനൊക്കെ പറയുന്നത്. അതെന്തായാലും ആ പ്രസ്ഥാനത്തിനും നമ്മുടെ പ്രബുദ്ധ കേരളത്തിനും യോജിക്കുന്ന പ്രസ്താവനകളല്ല. അദ്ദേഹം അത് മനസ്സിലാക്കാത്ത എന്താണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തെ തിരുത്താനും ആ സംഘടനയിൽ ആരും ഇല്ലേ എന്നുള്ളതാണ് വേറൊരു കാര്യം. ഞാൻ അങ്ങയോടൊരു കാര്യം ചോദിക്കട്ടെ. നിർഭയത്തോടെ നിലപാട് പറയുന്ന നേതാവാണ് വെള്ളാപ്പള്ളി എന്ന VN വാസവന്റെ വാക്കുകളെ അങ്ങ് എങ്ങനെ ഉൾക്കൊള്ളും? ശ്രീ VN വാസവൻ പറഞ്ഞത് വേറെ ചില കാര്യങ്ങളെ ഉദ്ദേശിച്ചായിരിക്കും, പക്ഷെ ഇതിനെ പറ്റി ആയിരിക്കാൻ വഴിയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപറ്റി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ബോധത്തിലൂന്നിയ പ്രവർത്തനം എന്ന പരാമർശത്തെ എങ്ങനെ ഉൾക്കൊള്ളും? അതേന്ന് SNDP എന്നുള്ള ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത്രയും വർഷങ്ങളായിട്ട് അതിന്റെ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുകയും വലിയൊരു പ്രസ്ഥാനത്തെയും വലിയൊരു ജനക്കൂട്ടത്തെയും നയിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ശ്രീ VN വാസവൻ ഈ തിരുത്തേണ്ട ആളുകൾ ഇതുപോലെ ഒരു നല്ലൊരു അവസരമായിരുന്നല്ലോ ഇന്ന് ഈ പൂച്ചണ്ടും ബൊക്കയും കൊടുക്കുന്നിടയിൽ ഇതുപോലെ പറയരുത് എന്ന് പറഞ്ഞ് അതാണ് എനിക്ക് പറയാനുള്ളത്. അതിനു മുമ്പ് കട്ടിയല്ലേ എനിക്ക് പറയാനുള്ളത്, വെള്ളാപ്പള്ളി നടേശനെ നിശ്ചിതമായി വിമർശിക്കാൻ, അതായത് എന്താണ് തലനാരിഴകരി വിമർശിക്കേണ്ട ഒരു അവസരം വന്നിരിക്കുകയാണ്. അത് ചെയ്യേണ്ടവരെല്ലാവരും ചെയ്യണം, ഇടതുപക്ഷക്കാരും ചെയ്യണമെന്നാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. പിന്നെ കുമാരനാശാൻ പറഞ്ഞത് എന്താണ്, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, അങ്ങനെയുള്ള ജാതി കോമരങ്ങളെ കൊണ്ട് സഹിക്കാൻ വയ്യാത്ത കവിതയാണ് ശ്രീ കുമാരനാശാൻ എഴുതിയത്. അങ്ങനെയൊക്കെയുള്ള കേരളത്തില്, ഇപ്പോഴത്തെ കേരളം നമ്മൾ ഇന്ത്യയിൽ നോക്കിയാല് ഏറ്റവും പ്രബുദ്ധമായി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം.
ആ കേരളത്തെ നമ്മൾ ഇനിയും പിന്നോട്ട് കൊണ്ടുപോകുന്ന പ്രസ്താവനകളൊന്നും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. ഇതുപോലുള്ള വിദ്വേഷങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. എവിടെയെങ്കിലും വിദ്വേഷം ഉണ്ടാകുമ്പോൾ അതിനെ തിരിച്ച് സംസാരിക്കേണ്ട ആളാണ്, അങ്ങനെയുള്ള ഒരു കസേര ഇരിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അത് അങ്ങനെയല്ല, ഇനിയാണ് പറയേണ്ടതെന്ന് തിരുത്തി കൊടുക്കാൻ ചുമതലയുള്ള ഒരു കസേര ഇരിക്കുന്ന ആളാണ് പിന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അത് ചങ്ങനാശ്ശേരിയിലെ സുകുമാരൻ നായർക്കൊക്കെ വേണമെങ്കിൽ എന്തും പറയാം, പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങയുടെ ഈ അഭിപ്രായം പക്ഷെ അങ്ങയുടെ മന്ത്രി ഒന്ന് ഈ പൊന്നാട അണിയിക്കുമ്പോൾ ചെവിയിലെങ്കിലും ഒന്ന് പറയാമായിരുന്നു. ശരി, ഞാൻ പറയട്ടെ, ക്രിസ്ത്യാനികളുടെ നേതാക്കന്മാർക്ക് എന്തും പറയാം, അതുപോലെ മുസ്ലിംസിന്റെ കാന്തപുരത്തിനും മറ്റുള്ള ഉസ്താദുമാർക്കും എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും അത് പറയാൻ പാടില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനത്തിന്റെ കസേരയിലാണ്. അതെന്താ ക്രൈസ്തവർക്ക് എങ്ങനെ അങ്ങനെ പറയാൻ പറ്റും? യേശുദേവൻ എന്നത് എത്ര മഹത്തരമായ മനുഷ്യന്മാർ എത്ര ആദരവോടുകൂടി കാണുന്ന, ഇതേപോലെ ഗുരുദേവന്റെ എത്രയോ കാലം മുമ്പ് മനുഷ്യ സ്നേഹത്തിന്റെ വലിയ ആശയം പറഞ്ഞ ക്രിസ്തുദേവനല്ലേ അവിടെയുള്ളത്. അപ്പൊ അവർക്ക് പറയാം എന്ന് പറയുന്നതിൽ എനിക്ക് മനസ്സിലായി. അതിനൊരു ചർച്ച വെച്ചാൽ അവിടെ പറയാം. എന്താന്ന് വെച്ചാൽ യേശുദേവൻ എന്തൊക്കെ പറഞ്ഞു അതിനെതിരെയാണ് ഈ അവരുടെ പ്രസ്ഥാനം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേറെ ചർച്ച വേണ്ടി വരും, അല്ലാതെ ഇപ്പൊ പറയാൻ പറ്റില്ല. ശരി, ഓക്കെ. ഏതായാലും വേറെ ആളുകൾ കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുരളീധരൻ നായർ എന്നോട് പറയുന്നു, വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം ആരും ചർച്ച ചെയ്യുന്നില്ല, എല്ലാവരും വെള്ളാപ്പള്ളി എന്ന വ്യക്തിയെ ആക്രമിക്കും. അപ്പോൾ അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിൻ്റെ ആശങ്ക എന്താണ്, ആ വിഷയം ആരും ചർച്ച ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുരളീധരൻ നായർ അതാണ് നിലപാടെടുത്തിരിക്കുന്നത്. ഇതയം മുരളി എന്നോടൊപ്പം ചേർന്നു കൊല്ലത്തുനിന്ന്. ശ്രീ ഇതയം മുരളി കേൾക്കാമോ? നമസ്കാരം സാർ. ഇതേ മുരളി എങ്ങനെയാണ്, തിരക്കിട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിലാണോ? ഇപ്പൊ ഇന്ന് തിരക്കില്ല, ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ച അല്ലേ പൊതുപ്രവർത്തകർ ഏറ്റവും കൂടുതൽ സജ്ജരായി രംഗത്തിറങ്ങേണ്ടത്, സജീവമാകേണ്ടത്. അല്ല ഇന്ന് നമ്മുടെ ഇവിടത്തേക്ക് കാലാവസ്ഥ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന കാലാവസ്ഥയൊക്കെയാണ്. മഴ കണ്ടപ്പോൾ പൊതുപ്രവർത്തകർ മടി പിടിച്ചിരിക്കാമോ? ഞാൻ തമാശ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ശ്രീ ഇതയം മുരളി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, അതുകൊണ്ട് പേര് എഴുതി കാണിക്കുന്ന ഡായല്ല, ഡായാണ് കേട്ടോ, ഡായാണ്. മാറ്റാം, നമുക്കത് മാറ്റാം. അത് നേരത്തെ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോരുത്തരും ഇത് മാറി മാറി പോവുകയാണ്. ഇടയം എന്നുള്ളത് പുതിയ ആള് വരുമ്പോ ചിലപ്പോ അവര് ശ്രദ്ധിക്കാതെ കേട്ട പാതി കേൾക്കാത്ത പാതി അറിയപ്പെടുന്ന സ്ഥലമല്ലേ, അറക്കൽ ക്ഷേത്രത്തിന്റെ തൊട്ടിപ്പുറത്തുള്ള സ്ഥലമാണ് ഇടയം. അതെ അതെ. മാത്രമല്ല അങ്ങ് കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ അങ്ങയുടെ പേര് തെറ്റിയതിൽ വല്ലാതെ ക്ഷമ ചോദിക്കും ഞാൻ. ഓക്കെ, അപ്പോൾ ശ്രീ ഇതയം മുരളിക്ക് ഈ വെള്ളാപ്പള്ളിയോടുള്ളൊരു സമീപനം എന്താണ്? വെള്ളാപ്പള്ളി പറയുന്നതിൽ വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി കാണുന്ന ഒരു സാംസ്കാരിക സംഘടനയുടെ നേതാവായിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ യഥാർത്ഥത്തിൽ കാണുന്നത്. അദ്ദേഹം SNDP ശാഖയുടെ സെക്രട്ടറി ആയിട്ട് വർഷങ്ങളോളം ഇരിക്കുന്നെങ്കിലും അദ്ദേഹത്തിനോടൊപ്പം കുറെ ജോലിക്കാരും സമൂഹത്തിൽ പലതരത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യം അതേപടി ഈഴവ സമുദായം മൊത്തവും കേൾക്കത്തില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല അതായിക്കോട്ടെ, പക്ഷെ അദ്ദേഹത്തിന് അത് പറയാനുള്ള അധികാരം നഷ്ടമാകുന്നില്ലല്ലോ. അദ്ദേഹം പറയുന്നത് ആളുകൾ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സംഘടന SNDPയുടെ സ്ഥാനത്തിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ആശങ്കകളാണ് അദ്ദേഹം പറയുന്നത്. ആ പറയുന്ന കാര്യങ്ങള് വലിയ ഗൗരവത്തോടെ കണ്ട് അതിനെതിരെ അങ്ങ് ഷൂട്ട് ചെയ്യത്തക്ക തരത്തിൽ, ആക്രമിക്കത്തക്ക തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആശങ്കകളുണ്ട്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അത് ശരിയുമാണെന്നുള്ള ധാരണയിലാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഈ 2040 കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറുമെന്ന ആശങ്കയൊക്കെ അദ്ദേഹം പങ്കുവെക്കുകയാണ്. അത് അസ്ഥാനത്തല്ലെന്നാണ് ശ്രീ ഇതയം മുരളി പറയുന്നത് അല്ലേ? അത് അദ്ദേഹത്തിന്റെ ഒരു ആശങ്കയിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടൽ മാത്രമാണ്. അങ്ങനെയൊന്നും ആവത്തില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അദ്ദേഹം പറയുന്നത് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ. അതൊക്കെ പലരും പല സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അഭിപ്രായങ്ങൾ പറയുന്നതാണ്. നമ്മള് ഗവനിക്കേണ്ട ഒരു കാര്യം, ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആ വ്യക്തി പലർക്കും അദ്ദേഹത്തിനെ തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിനോടിപ്പോ എനിക്ക് അദ്ദേഹത്തിനെ ഞാൻ അദ്ദേഹത്തിനെ കൂടുതൽ അറിയുന്നതുമില്ല. ഈ സംഘടനാപരമായി മാത്രമേ അറിയുന്നുള്ളൂ. അദ്ദേഹത്തിന് എന്നെയും അറിയുന്നില്ല.
എങ്കിലും പൊതുവെ കേരളത്തിൽ അദ്ദേഹത്തിന് നല്ല മെരിറ്റുള്ള ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. പിന്നെ അദ്ദേഹത്തിന് അറിയാതെ പോകുന്നത്, പണ്ട് ശ്രീനാരായണ ഗുരു ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴേ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താ പേരെന്ന്, അടുത്തിരുന്ന യാത്രക്കാരൻ. അപ്പോ ശ്രീനാരായണ ഗുരു അന്നേരം മറുപടി പറഞ്ഞു, നാരായണ ഗുരു എന്ന് മറുപടി പറഞ്ഞു. അപ്പോ പിന്നെ അടുത്ത ചോദ്യം ജാതി എന്തെന്നായി. അപ്പൊ ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞു, കണ്ടാൽ അറിയാത്ത തന്നോട് പറഞ്ഞെങ്ങനെ മനസ്സിലാക്കുമെന്ന്. അപ്പൊ അതേപോലെയാണ് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും. അപ്പൊ SNDP ശാഖയുടെ സെക്രട്ടറി ആയിട്ട് കേരളത്തിലും ഇന്ത്യയിലും എപ്പോഴും അറിയപ്പെടുന്ന ആ വ്യക്തി എന്താണെന്ന് പലർക്കും അറിയില്ല. അതാണ് യാഥാർത്ഥ്യം. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുധീർ എന്നോടൊപ്പം ചേരുന്നത് പുന്നപ്രയിൽ നിന്നാണ്. ശ്രീ സുധീർ, നമസ്കാരം. ഇത് ഒരു വശത്ത് താൻ പറയുന്നത് കാര്യങ്ങൾ ആണെന്നും അത് ആര് പറഞ്ഞാലും താൻ പറയുമെന്നും അതൊരു അല്ലെങ്കിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ളൊരു ശബ്ദമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. പക്ഷേ മറുവശം അത് ഭയാശങ്കകളോട് നോക്കുന്നു. ഇപ്പോൾ ചന്ദ്രികയുടെ മുഖപ്രസംഗം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. സമസ്ത പറയുന്നു പച്ച വർഗീയതയാണെന്ന് പറയുന്നു. അതേപോലെ KCBCയും ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെള്ളാപ്പള്ളി ആരെയൊക്കെയോ അസ്വസ്ഥരാക്കുന്നു എന്നത് ഒരു വശത്ത്. പക്ഷേ അതിനുള്ള കാര്യം, അതിനുള്ള ആരോപണം, അതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കേരളത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കാൻ പറ്റിയ ഒരു വിഷയമാണ് മുസ്ലിം വിരുദ്ധത പടർത്തുക എന്നുള്ളത്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് വെള്ളാപ്പള്ളി ആണെങ്കിലും PC ജോർജ് ആണെങ്കിലും RSSന്റെയും BJPയുടെ നേതാക്കളാണെങ്കിലും നമ്മുടെ കേരളത്തിനകത്ത് വ്യാപകമായ രൂപത്തിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്താറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ നിലവില് ഇത്തരക്കാർക്കെതിരെ ഒരു നിയമ നടപടി എടുത്ത് ഒരു ദിവസമെങ്കിലും ഇവരെ ഏതെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള ജയിലുകളിൽ ഇടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള വിഷയമാണ്. അപ്പം ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഔദ്യോഗിക തലത്തില്, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് ഇവർക്കുള്ള ഗംഭീര സ്വീകരണങ്ങൾ കൊടുക്കുകയും ഇവർക്ക് ഈ സമൂഹത്തില് അവര് ആവശ്യമാണെന്നും അവരെ പരമാവധി ഉയർത്തിക്കാണിക്കുന്ന തരത്തില് പ്രകീർത്തിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ മന്ത്രി വാസവൻ അടക്കമുള്ള വിഷയം നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറം ജില്ലയെ പറ്റി വെള്ളാപ്പള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് പിണറായി വിജയൻ വലിയ തരത്തിലുള്ള പ്രൊമോഷനാണ് വെള്ളാപ്പള്ളിക്ക് കൊടുത്തത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ വർഗീയ വിദ്വേഷം ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? 30 കൊല്ലം കൊണ്ട് മുസ്ലിം സംവിധാനത്തിലേക്ക് മാറുമെന്ന് പറയുമ്പോൾ പോലും നാം ഒന്ന് മനസ്സിലാക്കണമല്ലോ. ഇപ്പൊ 100 വർഷത്തോളമായിട്ട് ഇന്ത്യ ഹിന്ദുത്വ രാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞിട്ട് കൃത്യമായ അജണ്ടയോടുകൂടി RSS രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഭാഗമായി വ്യവസ്ഥാപിതമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും രാജ്യത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കും. പൗരത്വ നിയമം, അല്ലെങ്കിൽ ഏക സിവിൽ കോഡ്, മുത്തലാഖ് അടക്കമുള്ള ധാരാളം നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു വിഭാഗത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ഈ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കൃത്യമായി ഒതുക്കി നിർത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വർത്തമാനകാല ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത്. അവര് പറയുന്നത് സബ്കേ സാത്ത് സബ്കേ വികാസ് സബ്കേ വിശ്വാസ് എന്നാണ് കേട്ടോ. വെള്ളാപ്പള്ളിയെ പോലുള്ള ഈഴവരെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. ഈഴവരെന്ന് പറഞ്ഞാല് ഇപ്പം നമ്മുടെയൊക്കെ 90% കൂട്ടുകാരും സൗഹൃദങ്ങളും ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അവരൊന്നും ഇത്രയും നാളായിട്ട് ഇതേപോലുള്ള വർത്തമാനങ്ങളോ ചർച്ചകളോ ഒന്നും പറയാറില്ല. അപ്പം ഇത്തരത്തിലുള്ള ചർച്ചകള് ഈ സമുദായത്തിന്റെ പേരിൽ ഇദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനുള്ള അതിനുള്ള ആനുകൂല്യങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലിലൊക്കെ അദ്ദേഹം അതിലൂടെ ആ സമുദായത്തിന്റെ പേരും പറഞ്ഞിങ്ങനെ വാങ്ങിച്ചെടുക്കും. എന്തുകൊണ്ട് നമുക്കറിയാലോ. ഇപ്പം തന്നെ ആ വേടൻ എന്ന് പറഞ്ഞാൽ ഒരു പിന്നോക്ക ജനവിഭാഗത്തിന്റെ പ്രതിയായി വന്നിട്ട് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വലിയൊരു സാമൂഹിക പ്രവർത്തകന്, സാമൂഹിക രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ്. അധസ്ഥിത വിഭാഗങ്ങൾ അനുഭവിക്കുന്ന, രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ അത് നമ്മൾ വിഷയത്തൊന്നും വല്ലാതെ മാറിപ്പോകുന്ന എനിക്ക് കൂടുതൽ ആളുകൾ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ്. ഏതായാലും വളരെ നന്ദി. സുധീർ പുന്നപ്ര, സുധീർ നമുക്കൊപ്പം ചേർന്ന് ഷാജി കൊല്ലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ഷാജി, ഹലോ. യെസ്, നമ്മുടെ സമയം അതിക്രമിച്ചു. വളരെ ചുരുങ്ങിയ വാക്കുകൾ. അല്ലെ, ഞാനൊരു ഇടതുപക്ഷ മനസ്സിന്റെ ഉടമ എന്നുള്ള അർത്ഥത്തിൽ എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മന്ത്രി വാസവൻ
പിന്നെ അദ്ദേഹത്തെ ആദരിക്കുന്നതോടൊപ്പം ഈ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്, അതായത് പിണറായി വിജയൻ കഴിഞ്ഞ ഒരു യോഗത്തിൽ പറഞ്ഞ പോലെ സമുദായ അധ്യക്ഷന്മാര് പിന്നെ വാക്കുകൾ ഉപയോഗിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ആകരുതെന്ന് പറയണമായിരുന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുണ്ടായിരുന്നത്. അത് അത്തരത്തിൽ ഉണ്ടാകണമെന്നുള്ളത് തന്നെ. ഇദ്ദേഹം പറഞ്ഞത് ശുദ്ധ വിവരക്കേടാണെന്ന് പച്ച മലയാളത്തിൽ പറയേണ്ടി വരും. പിന്നെ അതോടൊപ്പം തന്നെ ഈ സമുദായ അധ്യക്ഷന്മാരെന്ന് സമുദായ നേതാക്കന്മാരെന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഒരു ഉന്നത സമുദായത്തിന്റെ ഒരു നേതാവിന്റെ അനുജൻ മരിച്ചപ്പോൾ ഒരു ഫേസ്ബുക്കിൽ പലരും ഷെയർ ചെയ്തതാണ് ആ കട്ടിങ്സ്. അദ്ദേഹം മരിച്ചു, ഇന്ന കോളേജിൽ വർക്ക് ചെയ്തിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ അതേ മാനേജ്മെന്റിന്റെ തന്നെ മറ്റൊരു കോളേജിൽ വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ മകൻ മറ്റൊരു കോളേജിൽ വർക്ക് ചെയ്യുന്നു, മറ്റൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, മരുമോള് കൊച്ചുമോള് ഇവരെല്ലാം പിന്നെ ദുഃഖത്തോടെ എന്ന് പറഞ്ഞ് എഴുതിയിട്ടാണ് ഇവരുടെ എല്ലാം ഡെസിഗ്നേഷൻ വെച്ചിരിക്കുന്നത്. അവർ ഈ മാനേജ്മെന്റിന്റെ ഈ സമുദായത്തിന്റെ മാനേജ്മെന്റിന്റെ പിന്നെ സ്കൂളിലും കോളേജുകളിലുമായിട്ട് ജോലി ചെയ്യുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ആ വീട്ടിൽ പട്ടിക്കും പൂച്ചയ്ക്കും മാത്രമേ ഉള്ളൂ അതേ മാനേജ്മെന്റിൽ ജോലി കിട്ടാത്തതായിട്ടുള്ളതെന്ന് അത് വായിക്കുന്നവർ മനസ്സിലാവും. അത് പലരും ഷെയർ ചെയ്താണ്. അപ്പൊ സമുദായ നേതാക്കന്മാരുടെ ആത്യന്തികമായ ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ്. നമുക്ക് കിട്ടണ പണം, ദീപസ്തംഭം, മഹാചര്യം, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വിവരക്കേട് പറയും. കുറെ ആളുകൾ ഇപ്പോഴും തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടല്ലോ, പലരും സ്വാഗതം ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള അഭിപ്രായങ്ങളെ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ വരും. ഇന്നത്തെ പുതിയൊരു കാലുഷികമായ അന്തരീക്ഷത്തിൽ വർഗീയമായിട്ടുള്ള കാലുഷികമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനെയൊക്കെ പിന്തുണയ്ക്കാൻ, ഇത്തരത്തിലുള്ള വിവരക്കേടുകളെ പിന്തുണയ്ക്കാനൊക്കെ വരും. ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇതിനു മുമ്പും സമുദായ അധ്യക്ഷന്മാര് പിന്നെ പോപ്പുലേഷൻ വർധനവിനെ കുറിച്ച് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ മകൻ എന്തേ 2 കുട്ടികളായി പോയത്? 2 കുട്ടികളാണെന്നാണ് തോന്നുന്നത്. വർദ്ധിപ്പിക്കായിരുന്നില്ലേ? അതുപോലെ തന്നെ ഇന്നാള് ഒരു ക്രിസ്ത്യൻ. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ഓക്കെ ഷാജി, അപ്പൊ നമുക്ക് സമയം തീരെ ഇല്ലാത്തതുകൊണ്ടാണ്. രാജേഷ് ചുരുങ്ങിയ വാക്കുകൾ. സാർ, ഇത് വെള്ളാപ്പള്ളി പറയാൻ കാരണം ഈ സ്കൂൾ ടൈമിങ് കൂട്ടിയപ്പോ അതിനെതിരെ ആദ്യം എതിർത്തത് ഏത് സമുദായ? ഈ അതെ, അത് ഇപ്പൊ ക്രിസ്മസും ഓണത്തിന്റെ അവധികൾ ഒന്ന് ചുരുക്കണമെന്ന് പറഞ്ഞതിനെ ചൂട് പിടിച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? അല്ലല്ല, ഞാൻ സ്കൂൾ സമയം കൂട്ടിയപ്പോ അത് കുറക്കണം, അവധി സമയത്ത് അത് എടുത്താൽ മതി എന്നാണ് ഈ മുസ്ലിം വിഭാഗം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, കോഴിക്കോട്, പേരാമ്പ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ 4 സീറ്റ് അധികം ചോദിച്ചിരിക്കുന്നു മുസ്ലിം ലീഗ്. അപ്പൊ എന്തുകൊണ്ട് അവർ ചോദിച്ചത്? അവരെ അംഗസംഖ്യ കൂടി, ജനസംഖ്യ കൂടി. താങ്കൾ വെള്ളാപ്പള്ളി പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതായാലും സമയം അതിക്രമിച്ചുകൊണ്ടാണ്. നമുക്ക് രാജേഷ് ഒരു നാളെ വിശദമായി സംസാരിക്കാം. ലാസ്റ്റ് കോളർ എന്ന നിലയിൽ ശ്രീ കമലാസനൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. കമലാസൻ, 1-2 വാക്കുകൾ, നമ്മൾ തീർന്നു. SNDP എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിന്റെ അല്ല, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന സംഘടനയുടേതാ SNDP എന്ന് പറയുന്നത്. അല്ലാതെ ഈഴവരുടെ എല്ലാം അപ്പോസ്തലൊന്നും അല്ല ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. 1903 അന്നത്തെ മദ്രാസിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന സാമൂഹിക സംഘടന എന്ന് പറഞ്ഞിട്ട് അല്ല. SNDP ഈഴവരുടേതല്ലത്. അതല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ? പിന്നെ വെള്ളാപ്പള്ളിക്ക് എന്ത് വേണമെങ്കിലും പറയാം, അതിനെ താങ്ങി നിർത്താൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. SNDP വേറെ, ഈഴവ സമുദായം വേറെ. ശരി, ഓക്കെ. നമ്മുടെ സമയം ഇന്ന് അതിക്രമിച്ചതുകൊണ്ടാണ്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. വെള്ളാപ്പള്ളി സാമൂഹ്യ നീതിയാണോ ലക്ഷ്യമിടുന്നത് എന്ന വലിയ ചോദ്യം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചപ്പോൾ യെസ്, സാമൂഹ്യ നീതി കൂടി വെള്ളാപ്പള്ളിയുടെ വാക്കുകളിലുണ്ട് എന്ന് 58% ആളുകൾ പറയുന്നു. അതേസമയം 42% ആളുകൾ ഇത് സാമൂഹ്യ നീതിയല്ല, ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, പച്ചയായ വർഗീയത എന്ന നിലപാടിലേക്കാണ് എത്തിക്കുന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.